അപ്പോൾ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനങ്ങളാണ്. ഗലാത്യ ലേഖനവും കൊരിന്ത് ലേഖനവും എബ്രായ ലേഖനവും. ഈ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാകാൻ നാടൻ ഭാഷ പറഞ്ഞ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 3 പെശക്. ഓക്കെ, താങ്ക് യു. അപ്പോൾ 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. 1 ഉപദേശ പെശക്, 2 ജീവിത പെശക്, 3 വിശ്വാസ പെശക്. അപ്പോൾ 3 പെശകിനെതിരെയാ പൗലോസ് കർക്കശമായി 3 തർജ്ജന ലേഖനം എഴുതിയത്. ഇപ്പോൾ സഭകളിലൊന്നും അങ്ങനെ തർജ്ജനം ചെയ്യത്തില്ല, എല്ലാവരും സുഖിപ്പിക്കുക. കാരണം ഇരുന്ന് പൊറുക്കണ്ടായോ? അപ്പൊ നിങ്ങളെ പാരപ്പെടണ്ട. അങ്ങനത്തെ കേസൊക്കെ വരുമ്പോ എന്നെ വിളിച്ചാൽ മതി, പരുവത്തിന് കൈകാര്യം ചെയ്യും. തർജ്ജനം ചെയ്യത്തില്ലല്ലോ. തർജ്ജനം ചെയ്യാൻ അറിയാൻ മേലാഞ്ഞിട്ടല്ല, നന്നായിട്ട് അറിയാം. പക്ഷെ നേതൃത്വത്തെ ഭയവാ. സെന്റർ എന്നാ വിചാരിക്കും, സെക്ഷൻ എന്തോ വിചാരിക്കും, കേന്ദ്രം എന്തോ വിചാരിക്കും, ദൈവം എന്തോ വിചാരിക്കും എന്നുള്ളതൊന്നും വിഷയമല്ല. സെന്റർ ഞാൻ ആർക്കും എതിരൊന്നുമല്ല, ഞാൻ ദൈവത്തെ ഭയപ്പെടുന്നു. സഭയ്ക്കകത്ത് കർക്കശമായി തർജ്ജനം ചെയ്യണം. പൗലോസ് ആ കാര്യം വളരെ ക്ലിപ്തമായിട്ട് പറയുന്നുണ്ട്. ആ വചനം പ്രസംഗിക്കുക, സമയത്തിലും അസമയത്തിലും ഒരുങ്ങിയിരിക്കുക, സകല ദീർഘക്ഷമയോടും ഉപദേശത്തോടും കൂടെ ശാസിക്കുക. അടുത്ത പദം തർജ്ജനം ചെയ്യുക. നന്നായിട്ട് തർജ്ജനം ചെയ്യണം. ഇപ്പോൾ അങ്ങനെ തർജ്ജനം ചെയ്യാൻ അറിയാൻ മേലായിട്ടല്ലേ, പേടിയാ. പാസ്റ്റർ എങ്ങാനും ചെങ്ങന്നൂർ ടൗൺ സഭയിൽ നിന്ന് തർജ്ജനം ചെയ്താൽ അന്നേരം നിങ്ങൾ ഒന്ന് സെക്ഷൻ, ഇതിന് സെൻട്രൽ നല്ലല്ലോ, സെക്ഷന് വിളിക്കും, കമ്മിറ്റി കൂടുമല്ലേ, നേരെ പുനലൂരിന് വണ്ടി വിടും. ഇപ്പൊ പിന്നെ വിടണ്ടല്ല, മൊബൈലുള്ളത് കൊണ്ട് കുത്തിയും തോണ്ടിയും. ചുരുക്കി പറഞ്ഞ അങ്ങേരുടെ തൊത്തത കെടുത്തിക്കളയും. ഇത് ചെങ്ങന്നൂർ ടൗൺ സഭ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത്. പുലിയൂരായിരുന്നെങ്കിൽ ഞാൻ പുലിയൂരെന്നേ പറയുള്ളൂ. സ്തോത്രം. മര പറഞ്ഞല്ലയോ കൊടിയിടുന്നത്. ചൊല്ലി പറയാനുണ്ട് പാസ്റ്റർമാരെ, കുഴപ്പമില്ല. ഇവിടുത്തെ കാര്യമല്ല, ഞാൻ കാവാലത്തെ കാര്യം ഞാൻ കാവാലത്തി എന്ന് പറഞ്ഞോളാം. ഇപ്പൊ ഇവിടുത്തെ കാര്യമാണ്, ഇവിടെ അല്ലയോ നടക്കുന്നേ. നീ ദൈവത്തെ ഭയപ്പെടണം. അപ്പോൾ തർജ്ജനം ചെയ്യണമെന്നുള്ളത് ദൈവത്തിന്റെ ഹിതമാണ്. അംഗീകരിക്കുവോ അംഗീകരിക്കാതിരിക്കുകയോ, ഉൾക്കൊള്ളുകയോ ഉൾക്കൊള്ളാതിരിക്കുകയോ, കൈ തരുകയോ കൈ തരാതിരിക്കുകയോ, കാഴ്ച തരുകയോ കാഴ്ച തരാ, അതൊന്നും വിഷയമുള്ള കേസല്ല. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷ നന്നായി ചെയ്തോണം. ഇനി സമയം അധികമില്ല, അതുകൊണ്ട് ഈ സോപ്പിടിയിലെല്ലാം നിർത്തി കാര്യം തീർത്ത് പറഞ്ഞേക്കണം. നമുക്കും പോകാം, കാര്യം നടക്കും. സ്തോത്രം. ഞാൻ പൊതുവിൽ പറയുന്നത് മോശമാണെന്നറിയെങ്കിലും പറയട്ടെ. ഞാൻ സ്ഥലമൊന്നും പറയുന്നില്ല. പണ്ടൊരു സ്ഥലത്ത് യോഗത്തിന് ചെന്നപ്പം, വേറെ നാട്ടിലാണ്, അപ്പോൾ എന്നോട് ആ യോഗം ക്രമീകരിച്ച സഹോദരൻ പറഞ്ഞ, അച്ഛാ വലിയ ഉപദേശമൊന്നും ഇവിടെ പിന്നെ ഇവിടുത്തെ ഈ സഭയുടെ ഒരു വലിയ സഭയാണ്, ആളൊക്കെ എമ്പിടിയാണ്. ഈ സഭയുടെ ഒരു പ്രത്യേകത, അവർക്ക് ഇഷ്ടപ്പെടുക എന്നെങ്കിൽ പിന്നെ കൂടെ കൂടെ. ഞാൻ പറഞ്ഞു, ഞാനൊന്നും പറയത്തില്ല, നിനക്ക് എന്നെ അറിയത്തില്ലയോ? അപ്പം അവൻ പറഞ്ഞു, ഞാൻ കമ്മിറ്റിക്കാരോടൊക്കെ ഒത്തിരി കാര്യം പറഞ്ഞ ഞാനൊന്നും പറയത്തില്ല എന്നൊക്കെ ഞാൻ പറഞ്ഞ ഒരു പ്രോഗ്രാം. ഞാൻ ചെന്നപ്പോൾ എനിക്ക് സന്തോഷം തോന്നി. ഒരു 1000-400 പേരുണ്ട്, നല്ലൊരു സദസ്സ്. ഇരിപ്പൊക്കെ മനോഹരമാണ്, രാജാക്കന്മാരുടെ പുസ്തകത്തിൽ വായിക്കും പോലെ. പക്ഷേ പിന്നെ ദൈവകൃപയെ ഞാൻ ഉപവസിച്ച് പ്രാർത്ഥിച്ചൊക്കെയാണ് ചെന്നത്. ദൈവകൃപയെ ശരണപ്പെട്ട് ശുശ്രൂഷിച്ചു. എന്നെ വിളിച്ചവൻ അവിടുത്തെ ഒരു കൊച്ചു മൂപ്പന, അവൻ സൈഡിൽ ഇരിപ്പുണ്ട്. അതുകൊണ്ട് ഞാൻ അവനെ മറഞ്ഞു നിന്നാ പ്രസംഗിച്ചു. അല്ലെ ഇവൻ എന്നെ കണ്ണ് കാണിക്കിരിക്കാൻ, ഞാൻ അവനെ മറഞ്ഞു നിന്നാ പ്രസംഗിച്ചു. അവൻ പുറകെ ഇരിപ്പുണ്ട്. അല്ലെ അവനെ ഇടയ്ക്ക് നോക്കി അവൻ കണ്ണ് കാണിക്കും എന്നോളാം. നമ്മൾ കുറച്ച് ആളായതുകൊണ്ട് ദൈവകൃപയെ ശരണപ്പെട്ട് ശുശ്രൂഷിച്ചു. നന്നായിട്ട് എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ച് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ ഏറെക്കുറെ പറഞ്ഞു. യോഗം കഴിഞ്ഞപ്പോൾ ആരും ഒന്നും മിണ്ടിയൊന്നുമില്ല. പല കാര്യമുണ്ടല്ല, ഇപ്പോൾ പൊതുവെ പറയുന്നില്ല.
അങ്ങനെ വലിയ ആരും മൈൻഡ് ചെയ്യുന്നില്ല. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പോയപ്പം യോഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ പുറകിലെ ഒരു പ്രായമുള്ള അമ്മ, എനിക്ക് തോന്നുന്നൊരു 10-65 വയസ്സ് കാണുമായിരിക്കും അന്ന്. ഇപ്പം അവരുണ്ടോ എന്ന് പോലും അറിയാൻ മേല. പുള്ളിക്കാരി പുറകിരുന്ന് സന്തോഷിക്കുകയും കൈപൊക്കുകയും ഇടയ്ക്ക് എന്നോട് കാണും. പുറകിരിക്കുന്നതുകൊണ്ട് എല്ലാവർക്കും കാണത്തില്ല. എനിക്ക് മനസ്സിലായില്ല ആരാന്ന്. യോഗമെല്ലാം കഴിഞ്ഞ് ആരും അങ്ങനെ കൈ തരുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. അങ്ങനെ സൂക്ഷിച്ചേ. അപ്പം യവൻ വന്ന് പറഞ്ഞു, സൂക്കേട് തീർന്നല്ലോ, ഞാൻ എന്ത് ബുദ്ധിമുട്ടിയാ. ഭയ്യതിൻ്റെ പണി നോക്കി. യോഗം കഴിഞ്ഞപ്പോൾ ഈ മാന്യ വനിത വന്നുവെച്ച് എൻ്റെ അമ്മയുടെ പ്രായം, അമ്മയെക്കാളും പ്രായമുണ്ടെന്ന് എനിക്ക് കൈ തന്നു വെച്ച് പറഞ്ഞ് നല്ല ശുശ്രൂഷയായിരുന്നു, ഞാനിരുന്ന് ആസ്വദിക്കുകയായിരുന്നു. വേർപാടും ഉപദേശമൊക്കെ ഇവിടെ വന്ന് പറയാൻ ധൈര്യം കാണിച്ചല്ലോ. ഈ സഭയുടെ ആരംഭകാലം മുതൽ ഞങ്ങളുള്ളതാണ്. അന്നൊക്കെ നല്ല ഉപദേശത്തിൽ നല്ല ചിട്ടയില്ല. പിന്നെ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡ് മരിച്ചു, ആരംഭ സമയത്തുള്ളത് ചിലർ പോയി. ഇപ്പോൾ ഈ പിള്ളേർ സെറ്റ് കയറി, അതുകൊണ്ട് ഞങ്ങൾക്കിപ്പോൾ ഒന്നും മിണ്ടാൻ മേലാത്തൊരു സ്ഥിതിഗതിയായി. എന്നാ ചെയ്യാൻ, ഇതെല്ലാം കണ്ട് ഞരങ്ങുക. ഒത്തിരി നാൾ കൊണ്ട് പ്രാർത്ഥിക്കുക, ദൈവമേ ഇതൊക്കെ ഒന്ന് പറയാനായിട്ട് ആരെയും ദൈവം ഇവിടെ. അങ്ങനെ ഇരുന്നപ്പോഴാണ് എന്നോട് പറഞ്ഞ, അങ്ങനെ ഇരുന്നപ്പോഴാണ് മോൻ വന്നത്. ഞാൻ പ്രാർത്ഥിക്കണേ, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ടിയും പ്രാർത്ഥിക്കണേ. എന്നിട്ട് എന്നോട് പറഞ്ഞു, പിള്ളേരുടെ കൂടെ താമസിക്കുന്ന മോൻ ഇവിടെ ഇല്ല, ഞാനിപ്പം തന്നെയാണ്. അപ്പം മോൻ വരുമ്പോൾ ഞാനൊന്ന് വിളിക്കും, വീട്ടിലോട്ടൊന്ന് വരണേ. ഞാൻ പറഞ്ഞു കർത്താവ് അനുവദിച്ചാൽ വരാം. അത് കഴിഞ്ഞ് ചേച്ചി അമ്മ ബാഗ് തുറന്ന് വെച്ചാൽ അത് അവിടെ വെച്ചങ്ങാണ്ട് ചെയ്തതാ ഒരു ചെക്ക്. അത് പിന്നീടാ വീട്ടിൽ താമസിക്കുന്നിടത്ത് ചെന്നാണ് നോക്കിയത്. അത് കവറിനകത്തിട്ട് പറഞ്ഞ് ഇതൊരു ചെറിയ സ്വോത്ര കാഴ്ച, ഇത് വാങ്ങണം. അപ്പം കൂടെ നിന്നും പറഞ്ഞ് മേടിച്ചോളാൻ പറഞ്ഞു. അവനറിയാം ഇവിടെ നിന്നൊന്നും കിട്ടുകയില്ലെന്ന്. പിന്നെ ഉള്ളതായാലും ആട്ടം നോർത്ത് അവൻ കണ്ണു മേടിച്ചോളാൻ പറഞ്ഞു. അപ്പം ഞാൻ ആദ്യം ഒന്ന് അമാന്തിച്ചു. ഞാൻ പറഞ്ഞു മേടിച്ചു. ഞാൻ അവർ വളരെ സന്തോഷത്തോടെ ഇത് സ്വീകരിക്കണം അങ്ങനെ പ്രാർത്ഥിച്ചു, മേടിച്ചു. ഞാൻ താമസിക്കുന്ന വീട്ടിൽ ചെന്ന് പിന്നെ പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് ഈ കവർ പൊട്ടിച്ചപ്പം പൊതുവിൽ നിന്നും പറയുന്നില്ല, നല്ല ഒരു എമൗണ്ട് ആ ദൈവദാസി തന്നു. അന്നേരം ഞാൻ ഈ ചെക്ക് വണ്ടിയെ കൊണ്ട് കൊടുത്തു. നീ അല്ലേ പറഞ്ഞ ഉപദേശം പറഞ്ഞാൽ കാശ് കിട്ടുകയില്ലെന്ന്. ദൈവം വിളിച്ചതാണെങ്കിൽ നിന്നെ ദൈവം നടത്തിക്കോളും. ദൈവദാസന്മാരോടായി പറയുന്നത്, എൻ്റെ സഹപടന്മാരോടാ പറയുന്നത്. സോപ്പിട്ടും സുഖിപ്പിച്ചും മുഖം നോക്കിയും മുഖസ്തുതി നോക്കിയും ചക്കരവാക്ക് പറഞ്ഞ് പോയാൽ ഇവിടെ എന്തേലുമൊക്കെ അല്പവൽക്ക് കാര്യമൊക്കെ നടക്കും. അങ്ങ് ചെല്ലേണ്ടതാ വിഷയം. സ്തോത്രം. ഞാൻ എല്ലാവരുടെ കാര്യമായി എന്നെയും കൂടെ പ്രതിയാക്കിയ പലപ്പോഴും നമുക്കതിന് പറ്റുന്നില്ല പല രംഗങ്ങളിൽ. പക്ഷെ അങ്ങനല്ല, കർക്കശമായി തർജ്ജനം ചെയ്യണം. സഭയിൽ കാശുള്ള ആടെ അല്ലെ മിടുക്കനായിരിക്കും, ബിസിനസ്സുകാരനായിരിക്കും, കാശ് കാണും, അല്ലെ റിയൽ എസ്റ്റേറ്റ് എന്ത് വായിക്കോട്ടെ, അവൻ തെറ്റ് ചെയ്താലും തെറ്റാന്ന് പറയണം, അല്ല അതിനെ സൂചിപ്പിക്കരുത്. നമ്പർ 1 ഫാമിലി ആയിരിക്കും. ആ കാര്യമൊക്കെ ചിലതൊക്കെ നല്ല കാര്യം, പക്ഷെ കാര്യം തീർത്ത് പറയണം. നന്നായിട്ട് തർജ്ജനം ചെയ്യണം. അപ്പൊ തർജ്ജനം ചെയ്യണം എന്നുള്ളത് ദൈവത്തിന്റെ തിരിഹിതമാണ്. പ്രൈസ് ദി ലോർഡ്. പൗലോസിന്റെ 3 ലേഖനങ്ങൾ തർജ്ജന ലേഖനമാണ്. ഗലാത്യ ലേഖനം, കൊരിന്ത്യ ലേഖനം, എബ്രായ ലേഖനം. ഇത് 3 പെശകിനെതിരെയുള്ള ലേഖനമാണ്. ഓർപ്പിച്ചല്ലോ. ഗലാത്യ ലേഖനം ഉപദേശ പെശകിനെതിരെയുള്ള ലേഖനമാണ്. ദുരുപദേശം ഇതിനകത്ത് കയറ്റി. അത് ഇന്നലെ നമ്മൾ അതിൽ നിന്ന് ചില കാര്യം ചിന്തിച്ചു. അതിനെതിരെ ആ ലേഖനം. എബ്രായ ലേഖനം വിശ്വാസത്തിൽ പെശക് വന്ന എബ്രായ ക്രിസ്ത്യാനികളെ ശരിയായ വിശ്വാസത്തിൽ ഉറപ്പിച്ചു നിർത്താൻ എഴുതിയ ലേഖനമാണ് എബ്രായ ലേഖനം. എന്നാൽ കൊരിന്ത് ലേഖനത്തിന്റെ വിശേഷത, ജീവിതത്തിൽ പെശക് സംഭവിച്ചവരെ ജീവിത വിശുദ്ധീകരണത്തിലും ക്രമീകരണത്തിലും ഗുണീകരണത്തിലും ശുദ്ധീകരണത്തിലും വാർത്തെടുത്ത് കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുക്കണം. അതാണ് കൊരിന്ത് ലേഖനത്തിന്റെ വിശേഷത, ജീവിത വിശുദ്ധീകരണം. നിങ്ങൾക്കറിയാം, വചനം പഠിക്കുന്നവർക്കറിയാം, ഓരോ അധ്യായത്തിലും ഓരോ സബ്ജക്റ്റുകളായിട്ടാണ് സാധാരണ പഠിച്ചു വരുന്നത്. അത് ഓടിച്ചൊന്ന് പോയിച്ച് നമ്മൾ എടുത്ത വാക്യത്തിലോട്ട് വരണം. 1-ാം അധ്യായം, കൊരിന്ത്യർക്കെഴുതിയ 1-ാം ലേഖനം 1-ാം അധ്യായത്തിലെ വിഷയം, ഈ കൊരിന്തി സഭയിൽ പച്ചം പിടിക്കുന്നു. മുഴുവൻ പച്ചം പിടിയാ.
ഒരുത്തനെ അപ്പൊല്ലോസിന്റെ പക്ഷം, ഒരുത്തനെ കേബാവിന്റെ പക്ഷം. ഈ മുൻപിൽ കസേരയുണ്ട്. സഹോദരിമാരിഞ്ഞോട്ട് വന്ന ഇനി ആരാ അവിടെ? എല്ലാവരും ഉണ്ടോ? ആ, മുന്നോട്ടിരുന്നു. അപ്പോൾ 1-ാം അധ്യായത്തിൽ പക്ഷം പിടിക്കുന്ന സഭയ്ക്കകത്ത് പക്ഷം അത് പാടില്ല. സഭ ദൈവത്തിൻ്റെതാണ്. കർത്താവ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞു, ഞാൻ എൻ്റെ സഭയെ പണിയുമെന്ന. സഭ ദൈവത്തിൻ്റെതാണ്. ആ സഭയ്ക്കകത്ത് വരുന്നവർ പക്ഷം പിടിക്കാൻ പാടില്ല. കാശുള്ളവനെന്നോ കാശില്ലാത്തവനെന്നോ, ഇന്നലെ പറഞ്ഞ പോലെ കറുത്തവനെന്നോ വെളുത്തവനെന്നോ ഉന്നതനെന്നോ കുചേലനെന്നോ കുബേരനെന്നോ നിറവുള്ളവനെന്നോ നിറവില്ലാത്ത ഒന്നും പാടില്ല. ഒന്നും ദൈവികമല്ല. അതൊക്കെ വ്യായി കൊണ്ട് നടക്കുക. ഇതിനകത്ത് പാടില്ല. സഭയ്ക്കകത്ത് പക്ഷം പിടിക്കരുത്. 1-ാം അധ്യായത്തിൽ സഭയ്ക്കകത്ത് പക്ഷം. ആ 1:12 വായിച്ചേ. നിങ്ങളിൽ ഓരോരുത്തൻ ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ പൗലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ അപ്പൊല്ലോസിന്റെ പക്ഷക്കാരൻ, ഞാൻ കേഫാവിന്റെ പക്ഷക്കാരൻ, ഞാൻ ക്രിസ്തുവിന്റെ പക്ഷക്കാരൻ എന്നിങ്ങനെ പറയുന്നത് പോൽ ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? ക്രിസ്തു വിഭാഗിക്കപ്പെട്ടിരിക്കുന്നുവോ? പൗലോസ് നിങ്ങൾക്ക് വേണ്ടി ക്രൂശിക്കപ്പെട്ടുവോ? അല്ല, പൗലോസിന്റെ നാമത്തിൽ നിങ്ങൾ സ്നാനം ഏറ്റുവോ? അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്ത് പക്ഷം പിടിക്കാൻ പാടില്ല. ഇതിനകത്ത് കക്ഷി പക്ഷ വർഗ വർണ്ണ വ്യത്യാസം ദൈവസഭയ്ക്കകത്ത് പാടില്ല. എല്ലാവരുടെയും ഒന്നും മുഖം തെളിയത്തില്ലെന്ന് എനിക്കറിയാം. സ്തോത്രം. നാം ഒരപ്പത്തിന്റെ അംശികളാണ്. സ്തോത്രം. ഇപ്പൊ നിങ്ങൾ ചില സഭകളിൽ ചെന്ന് കാശുള്ളവരെല്ലാം കൂടെ ഒരു സഭ, കാശില്ലാത്ത എല്ലാം കൂടെ വേറെ സഭ. കാഞ്ഞിരപ്പള്ളി സൈഡിലും ഒക്കെ ഉണ്ട് അങ്ങനെ. കാശുകാരെല്ലാം കൂടെ അവര് കാശില്ലാത്തൊരു വരണ്ടെന്നൊന്നും പറയത്തില്ല. അത് ചിലരുടെ സൂത്രം നിങ്ങൾ കണ്ടോ. വരരുതെന്നും പറയല. ചെന്ന് കഴിഞ്ഞാൽ മൈൻഡ് ചെയ്യത്തില്ല. 3 ആഴ്ച ചെല്ലും, പിന്നെ ആരാ അങ്ങോട്ട് പോകുന്നത്? അപ്പം വരണ്ടെന്നവർ പറഞ്ഞുമില്ല. യുദ്ധങ്ങളോട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. സൂത്രം കണ്ടോ? അത് ദൈവസഭയല്ല. അത് കുറച്ച് കാശുകാരെല്ലാം കൊണ്ടൊന്നിച്ച്, കാശില്ലാത്തതെല്ലാം കൂടെ ഒരു സഭ, ഗതികേട് പിടിച്ചതെല്ലാം കൂടെ, അതൊന്നും സഭയല്ല. നമ്മളെ ആർക്കും വേണ്ട, നമ്മളെല്ലാം കൂടെ ചായ്പിനകത്ത്. അത് സഭയൊന്നുമില്ല. ചായ്പിനകത്ത് കുറെ ആൾക്കാർ കൂടിയിരിക്കുന്നതേ ഉള്ളൂ. ദൈവസഭയ്ക്കകത്ത് നാനാജാതിയിൽ നിന്നും ഭാഷകളിൽ നിന്നും ഗോത്രത്തിൽ നിന്നും വംശത്തിൽ നിന്നും യേശു ക്രിസ്തുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരുടെ കൂട്ടമാണ് ദൈവസഭ. വേട്ടമല പീലിപ്പോച്ചൻ പണ്ടൊരു പാട്ട് പാടി. ഞാൻ മിക്കപ്പോഴും പാടിയതിന്റെ 2 വരി. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിലൊന്നാകും. ഇതുവരെ പല പല ജാതിയിലിരുന്നവർ യേശുവിലൊന്നാകും. അന്ന് പലവിധ കളറുകൾ കാങ്കയില്ലായകയാൽ പരനോടു തുല്യരാകും. അന്ന് പലവിധ കളറുകൾ കാങ്കയില്ലായകയാൽ പരനോടു തുല്യരാകും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. ഈ ലോകത്തെ ഭരിച്ചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. സംഗതി പാടില്ല ഈശന് പാരിടം ഭരിച്ചിടുമ്പോൾ. സംഗതി പാടില്ല ഈശന് പാരിടം ഭരിച്ചിടുമ്പോൾ. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് മുതലാളി തൊഴിലാളി പണ്ഡിതർ പാമരർ ദരിദ്രരും എങ്ങുമില്ല. അന്ന് ഏവരും സ്വൈര്യമായി വാഴുന്ന കാലമി ശാലേമിൻ അനുഭവമാം. ഏവരും സ്വൈര്യ
സുഖമായി വാഴുന്ന കാലം ഈ ശാലേമിൽ അനുഭവമായി. ലോകത്തെ പരിചിടുവാൻ ശാലേമിൽ രാജാതിരാജൻ വരും. അപ്പൊ ശ്രദ്ധിക്കുക, ഇതിനകത്ത് പക്ഷം പിടിക്കരുത്. ലോകത്തിലുള്ള ഇത് ലൈവ് പോകുന്നത് കൊണ്ട് അങ്ങനെ തീർത്ത നിങ്ങളുടെ കാര്യം മാത്രമല്ല, ലോകത്തിലുള്ള സകല രക്ഷിക്കപ്പെട്ട ദൈവമക്കളോടാ പറഞ്ഞത് പക്ഷം പിടിക്കരുത്. അത് ദൈവികമല്ല. സ്തോത്രം. ദൈവം അത് ഇഷ്ടപ്പെടുന്നില്ല. അതെ, 1-ാം അധ്യായത്തിൽ കർക്കശമായി തർജ്ജനം ചെയ്യുക. നിങ്ങളുടെ പക്ഷമുണ്ട്, അത് പാടില്ല. ക്ലോബയുടെ ആൾക്കാർ വന്ന് നിങ്ങളുടെ ചരിത്രമൊക്കെ പറഞ്ഞിട്ടുണ്ട്, അത് പാടില്ല. സ്തോത്രം എന്ന് പറഞ്ഞാൽ ദൈവസഭയ്ക്കകത്ത് തണ്ടി തിരിക്കരുത്. അങ്ങനെ കൊച്ചിലെ കളിക്കും പറയുന്നത് തണ്ടി തിരിച്ചുള്ള കളി ഇല്ലേ? ഇപ്പോഴത്തെ കളിയൊക്കെ വേറെ കളിയാ. ഞാൻ പഴയ കളികളൊക്കെ പറയുന്നത്. കബഡി കളി, കിളിത്തട്ട്, അക്ക് കളി, ഇപ്പോഴത്തെ കളികളാണ്ട് പിള്ളേർ മൊബൈലിൽ കൂടെ വെടിവെക്കുന്ന കളിയാ. എന്തുവാണ് എൻ്റെ ഒരു പേര്? ദൈവസഭയ്ക്കകത്ത് തണ്ടി കളിക്കരുത്. നാം ഒരപ്പത്തിന്റെ അംശികളാണ്. ഈ ദൈവസഭയ്ക്കകത്ത് കളിച്ചവരാരും ശരിക്ക് പോയിട്ടില്ല. ദൈവസഭയ്ക്കകത്ത് കളിക്കുന്ന ദൈവത്തോട് കളിക്കുക. സ്തോത്രം. ഈ മാർഗക്കാരെ ഇന്നലെ കേട്ടല്ലോ, ഓർപ്പിച്ചല്ലോ. ഈ മാർഗക്കാരെ കൊല്ലാൻ നടന്നവനാ ശൗല്, തർസോസുകാരൻ. ഡമസ്കസിന്റെ പടിവാതിക്കൽ വെച്ച് പിടികൂടി ചോദിച്ചു, നീ ആരാ കർത്താവേ? മറുപടി, നീ ഉപദ്രവിക്കുന്ന യേശുവാണ്. യേശുവിനെ ഇന്ന് വരെ ശൗല് ഉപദ്രവിച്ചിട്ടില്ല. പക്ഷെ യേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ചവരെ ഉപദ്രവിച്ചു. അത് യേശുവിനെ ഉപദ്രവിക്കുക. പാമ്പിടിച്ച് ഉപദേശിമാരെ നീ തോണ്ടിയാൽ സൂക്ഷം നീ വിവരം അറിയും. മേടിച്ചു കെട്ടും, നീ മേടിച്ചു കെട്ടും, നിന്റെ കുടുംബക്കാരും മേടിച്ചു കെട്ടും. എത്ര എത്ര ചരിത്രങ്ങളാ. അവസാനം കുപ്പൊക്കൊന്നായ ചരിത്രമാ. ഒന്നെങ്കിൽ ഗുണമാകും, ഇല്ലെങ്കിൽ സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് തണ്ടി തിരിക്കരുത്. അപ്പൊ 1-ാം അധ്യായത്തിൽ കർക്കശമായി പറഞ്ഞു. 2-ാം അധ്യായത്തിലേക്ക് ഇവരോട് വന്ന് പറയുക, ഇപ്പൊ ഉപദേശമൊന്നും കൈക്കൊള്ളുന്നില്ല. ഉപദേശമൊന്നും. ആ 2-ാം അധ്യായത്തിന്റെ 14-ാമത്തെ വാക്യം നിങ്ങളൊന്ന് വായിച്ചേ. എന്നാൽ പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഉപദേശം കൈക്കൊള്ളുന്നില്ല. ഇപ്പൊ ഈ ഉപദേശമൊന്നും താല്പര്യവുമില്ല, അത് കൈക്കൊള്ളുന്നുമില്ല. പ്രാകൃത മനുഷ്യൻ അത് സഭയ്ക്കകത്തുള്ള ആളാ. സഭയ്ക്കകത്ത് എല്ലാവരും ആത്മീയരാന്ന് ധരിക്കരുത്. ജഡീകനുണ്ട്, പ്രാകൃതനുണ്ട്, ഭാവിസ്ഥാനക്കാരനുണ്ട്. നമ്മളൊക്കെ എല്ലാം തികഞ്ഞിരിക്കുകയാണെന്നോ? നോട്ടയിരിപ്പം കണ്ട അവർക്കും എന്നെ കാഹളം ധ്വനിക്കാത്ത പോകാൻ ധ്വനിക്കണം, അന്നേരം അറിയാം. ഇതിനകത്ത് പ്രാകൃതനുണ്ടെന്ന്. അവൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുകയില്ല. ദൈവമക്കൾ ഉപദേശത്തിൽ നിലനിൽക്കണം. കർക്കശ ഉപദേശം സഭയ്ക്ക്, ഈ സഭയ്ക്ക് വെളിയിൽ രക്ഷയുടെ തോന്നും, അകത്ത് ഉപദേശമാണ്. വെളിയിൽ പറയേണ്ട രക്ഷയുടെ തൂത. ഒരു ഹൈന്ദവ സ്നേഹിതൻ, മുസ്ലിം സഹോദരൻ, അക്രൈസ്തവൻ, നിരീശ്വരവാദി, അവനോട് പറയണം, യേശുക്രിസ്തു മാത്രമാണ് ദൈവം, യേശുക്രിസ്തു മാത്രമാണ് സത്യദൈവം, യേശുക്രിസ്തുവിൽ കൂടി മാത്രമേ രക്ഷയുള്ളൂ. അതിനൊരു സങ്കോചമൊന്നും വേണ്ട, അതിനാരെ പേടിക്കൊന്നും വേണ്ട. തീർത്ത കാര്യം പറഞ്ഞേക്കണം. സ്തോത്രം. യേശുക്രിസ്തു ആണെന്ന് ആ തോന്നുന്ന ബ്രദറെ, അങ്ങനൊന്നുമല്ല. യേശുക്രിസ്തു മാത്രം തോന്നുന്ന എന്നാ നിനക്ക്? ഇത് തോന്നല്, ഇത് കെട്ടുകഥയും തോന്നലും ഒന്നുമല്ല. ഇതെങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയല്ലേ? അവിടുന്ന് മാത്രമാ ദൈവം. യേശു മാത്രമാ സത്യദൈവം. യേശു മാത്രമാ നിത്യദൈവം. അവിടുന്ന് മാത്രമാ ദൈവം. അത് തീർത്ത് പറഞ്ഞോണം. അപ്പൊ ആ സത്യദൈവമാകുന്ന ക്രിസ്തുയേശുവിനെ രക്ഷിതാവായി സ്വീകരിച്ച് സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് യേശു രക്ഷിതാവാന്നൊന്നും പറയണ്ട. സഭയ്ക്കകത്ത് വരുന്നതിന് ഉപദേശം കൊടുക്കണം.
ഇത് 25 കൊല്ലമായി സഭയ്ക്കകത്ത് വന്നിട്ട് യേശു രക്ഷിക്കും, ഇപ്പോഴാണ് അറിയുന്നത്. ഇത് 30 കൊല്ലം മുമ്പ് അറിഞ്ഞല്ലേ. ഞങ്ങളൊരു സഭായത്തിനിരിക്കുമ്പോൾ നമ്മുടെ ഒരു അച്ചായനുണ്ട്. അപ്പം അവിടെ ഒരു സാധുവാ, അങ്ങനെ അങ്ങ് ചിന്തിക്കാം. പുള്ളി ഒരു പരമാർത്ഥി ആയതുകൊണ്ടാണ് അങ്ങ് പറഞ്ഞത്. പക്ഷേ ഈ അച്ചായൻ പിടികൂടും. പുള്ളി പറഞ്ഞു, ഞാൻ ദൈവമക്കളെ യോഗത്തിന് ഇങ്ങോട്ട് പോന്നപ്പോൾ ഞാനും സഹോദരിയും കൂടെ പോന്നപ്പം മഴ പെയ്തു. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ മഴ പെയ്യുന്നല്ലോ, എങ്ങനെയാണ് യോഗത്തിന് പോകാനൊക്കത്തില്ലല്ലോ. ഞാൻ കരമുയർത്തി പ്രാർത്ഥിച്ചു. അല്പം കഴിഞ്ഞപ്പോൾ മഴ നിന്നു. അങ്ങനെ ഞാനും സഹധർമ്മനും കൂടെ വണ്ടിയിൽ ഇങ്ങോട്ട് വന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അന്നേരം നമ്മുടെ ദൈവം ജീവിക്കുന്ന ദൈവമാണ്. ഉടനെ പുള്ളി ചോദിച്ചു, ഇന്ന് അന്നോടാ പിടി കിട്ടിയ ദൈവം ജീവിക്കുന്ന പഴയ ആളാണ്. ഇന്ന് രാവിലെ 8:30 ആയപ്പോൾ ആ ദൈവം ജീവിക്കുന്നെന്ന് പിടികിട്ടിയേ. കഴിഞ്ഞ 15 കൊല്ലമായിട്ട് ശുശ്രൂഷിക്കുക. ആ ഭാഷയെ പിടിച്ചെന്നാണ് ഞാനീ പറഞ്ഞത്. അദ്ദേഹം ഒരു പരമാർത്ഥി ആയതുകൊണ്ട് വേണം ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ മതിയായിരുന്നു. പ്രാർത്ഥിച്ചു, കർത്താവ് മഴ മാറ്റി, സ്തോത്രം, അത്രയും പറഞ്ഞാൽ മതി. ദൈവത്തിന് മഹത്വം. പക്ഷെ പുള്ളി പറഞ്ഞതിൽ അല്പം പശക് വന്നു. എനിക്ക് മനസ്സിലായി നമ്മുടെ ദൈവം. ആ ചായന് നല്ല മിടുക്കന, പേരൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ ഇതുപോലെ ഞങ്ങൾ 2 പേരും ബാധക്കെ ഇരിക്കുക. വേറൊരു സഹോദരനുണ്ട്. അന്നേരം ഈ വേളാങ്കണ്ണിക്ക് പോകാനായിട്ട് ഈ ഫോട്ടോയും അതിനകത്തൊരു പാത്രവും അതിൻ്റെ ഫോട്ടോയും ആരാണ്ടൊക്കെ നേർച്ച കൊടുത്ത കാശ് വല്ലതും ഉണ്ട്. അപ്പം ഞങ്ങൾ 3 പേരും ഇങ്ങനെ സിറ്റവിട്ടിരിക്കുക. മെയിൻ റോഡാണ്, MC റോഡാണ്. അപ്പോൾ ഈ പുള്ളി നമ്മുടെ അവച്ചാൻ്റെ കാര്യമായി പറയാനേ, റയിച്ചാനറിയാം. ഞങ്ങൾ 3, ഞാൻ റയ്യനും പാച്ചാനും ഇരിക്കുക. അപ്പോൾ പുള്ളി ഈ പാത്രവും ഇതുമൊക്കെ ആയിട്ട് ഇങ്ങോട്ട് കയറി വന്ന്. അപ്പോൾ പുള്ളി വെച്ചു എന്നിട്ട് വന്ന പുള്ളി പറഞ്ഞ് വേളാങ്കണ്ണിക്ക എന്നെ പറഞ്ഞ് വെളിയിലിറങ്ങിയേച്ച് ഇങ്ങനെ പോകണമെന്ന് പറഞ്ഞു. MC റോഡ്. ഇന്നേരം പിന്നെ പറഞ്ഞ അച്ഛാ വേളാങ്കണ്ണിക്ക, അത് തന്നെ ലിയോടാ നിന്നോട് പറഞ്ഞ റോഡിന് വെളിയിലോട്ട് ഇറങ്ങിയേച്ച് നേരെ പാലക്കാട് വഴി പൊക്കോളാൻ പറഞ്ഞു. അതിലെ വേളാങ്കണ്ണി. പുള്ളി അങ്ങനെ നല്ല കടക്കെ കൊണ്ട് വർത്തണം. ഒരു കാര്യം നമ്മുടെ വിഷയത്തിൽ വരാം. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. ദൈവമക്കൾ ഉപദേശത്ത് നിൽക്കണം, ക്രിസ്തുവേശുവിന്റെ ഉപദേശത്ത് നിൽക്കണം, തിരുവചനത്തിന്റെ ഉപദേശത്ത് നിൽക്കണം. ഇത് കൈക്കൊള്ളുന്നില്ല. ഉപദേശം ഇഷ്ടമല്ലല്ലോ. ദൈവദാസന്മാരൊക്കെ ചെന്ന് ഉപദേശം പറഞ്ഞ് എല്ലാവർക്കും ഇളക്കുകാരെയല്ലേ ഇഷ്ടം. ഉപദേശം പറയുന്നത് ഇഷ്ടമല്ല. ഉപദേശം പറയുമ്പോൾ മുഖത്തൊരു മ്ലാനതയും ഒരു അസ്വസ്ഥതയും എന്തൊക്കെയാണെന്ന് പിന്നെ അങ്ങ് ഈ കഷായം കുടിച്ചതുപോലെ, കൈപ്പുള്ള കഷായം കുടിച്ചാൽ മുഖത്തൊരു ഷെയ്പ്പ് കേട് കാണും. ലോകത്തിന് വന്നിരിക്കുക കഷായം അടിച്ചേച്ച്. പ്രാകൃത മനുഷ്യൻ ദൈവാത്മാവിന്റെ ഉപദേശം കൈക്കൊള്ളുന്നില്ല. അതാണ് 2-ാം അധ്യായത്തിലെ വിഷയം. 3-ാം അധ്യായത്തിൽ പൗലോസ് പറയാം, നിങ്ങളുടെ ഇടയിൽ പിണക്കം ഉണ്ടെന്ന്. നിങ്ങളുടെ ഇടയിൽ പിണക്കം 3:3 വായിച്ചേ. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും ഇരിക്കെ, നിങ്ങളുടെ ഇടയിൽ ഈർഷ്യ പിണക്കവും ഇരിക്കെ നിങ്ങൾ ജഡീകന്മാരും ശേഷം മനുഷ്യരെ പോലെ നടക്കുന്നവരുമല്ലേ. അപ്പൊ ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഇടയിൽ എന്തോ ഉണ്ട്? ഈർഷ്യ പിണക്കവും. 14-ാം അധ്യായത്തിൽ വരുമ്പോ അന്യഭാഷയുണ്ട്. അപ്പൊ തന്നെ നിങ്ങളുടെ 3-ാം അധ്യായത്തിൽ പറയാ ഇതെങ്ങനെ ഒരു ഉറവയെന്ന് കയ്പും മധുരം കൂടെ പുറപ്പെടുന്നേ. അത് പാടില്ല. നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കോ കഴിയുമെങ്കിൽ സകല മനുഷ്യനോട് സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിച്ചോണം. അപ്പോൾ 3-ാം അധ്യായത്തിൽ പറയാം നിങ്ങളുടെ ഇടയിൽ ഈർഷ്യയും പിണക്കവും. അത് പാടില്ല. ഞാൻ വിവരിക്കുന്നില്ല. 4-ാം അധ്യായത്തിൽ കുറെ പേര് ചീർത്തിരിക്കുന്നു. കണ്ടോനും അങ്ങ് ചുമ്മാ ഇരുന്നങ്ങ് വീർക്കുക. ഇവർക്ക് അങ്ങ് തോന്നല ഞാൻ ഏതാണ്ടല്ല ആയി, എനിക്ക് ഏതാണ്ടല്ല അറിയാം, ഞാൻ കുറെ ആയി, ശുശ്രൂഷയുടെ മുഖത്താണ് ഞാൻ, കൺവെൻഷന് തിളങ്ങി നിൽക്കുന്ന ആളാ. ചുമ്മാ അങ്ങ് ചീർക്കുക. എനിക്കെല്ലാം അറിയാം. ഇപ്പോൾ ഈ ഏരിയയിൽ എന്നെ പോലെ അറിവുള്ള ആരും വിഡ്ഢി. ചുമ്മാ ഇരുന്നങ്ങ് ചീർക്കുന്നവരുണ്ട്. അവരുടെ ആ ഇരിപ്പ് കണ്ടവർക്കും ഇവര് ഭയങ്കര പുള്ളിക്കാരാണ്. 4-ാം അധ്യായത്തിൽ അങ്ങനല്ല, ചീർത്തിരിക്കുന്നു. 4:18 അവൻ എങ്കിലും ഞാൻ നിങ്ങളുടെ അടുക്കൽ വരികയില്ലെന്ന് വെച്ച് ചിലർ ചീർത്തിരിക്കുന്നു. അയ്യോ, ചിലര് ചീർത്തിരിക്കുന്നു. എല്ലാരും അല്ല, ചിലര് ചീർത്തിരിക്കുക. കണ്ടമാനം ചീർക്കുന്ന ആൾക്കാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. നിങ്ങള് ഇവിടെ പിന്നെ പാസ്റ്റ് പറഞ്ഞ പോലെ മിനി കൺവെൻഷനാ നന്നായിരിക്കുന്നു. എനിക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇതാ. എനിക്ക് ഇതിലും ഇഷ്ടം
കുറച്ച് പേരുമായിട്ട് ശുശ്രൂഷിക്കുന്നതാണ് കുറച്ചുകൂടി ഇഷ്ടം. വിശേഷിച്ച് എനിക്ക് കൂടുതൽ ഇഷ്ടം ഉപവാസ പ്രാർത്ഥനയെ ശുശ്രൂഷിക്കുന്നതാണ്. അങ്ങനെ കാര്യമെല്ലാം തീർത്ത് പറയുകയും ചെയ്യാം. ഇപ്പം ഈ കൺവെൻഷനൊക്കെ ആകുമ്പം എല്ലാം ഒന്നും, എന്നാലും ഞാൻ നോക്കുന്നുണ്ട്. ചിലരങ്ങ് ചീർക്കുക. നിങ്ങൾ വലിയ വലിയ കൺവെൻഷൻ സ്റ്റേജിൽ ചെന്നേ, ഇവിടെ ഇരിക്കുന്ന കർത്തദാസന്മാരൊക്കെ എൻ്റെ സഹപണന്മാരാ, കുഴപ്പമില്ല. ചില സ്റ്റേജിൽ വന്ന് അനങ്ങത്തില്ലല്ലോ, ഒരു കൈ അടിക്കുകയല്ല, ഒരു സ്തോത്രം പറയുകയല്ല, ദൈവത്തെ ഒന്ന് സ്തുതിക്കുകയല്ല, ആമ വേറെ പുസ്തകം ആമ ഒന്ന് വായിച്ച് സഹായിക്കത്തില്ല. ഇവിടെ പിന്നെ വായിക്കാനായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ഇന്നലെ വരാമെന്ന് പറഞ്ഞ ആൾ കണ്ണാടിക്കാരി, കണ്ണാടി കിട്ടിയോ? ഞാൻ പുള്ളിക്കാരനോട് പറഞ്ഞായിരുന്നു കണ്ണാടി മേടിച്ചു കൊടുക്കണമെന്ന്. അല്ല, സഭയിൽ ചെല്ലുമ്പോൾ അവരൊക്കെയാണ് വായിച്ചു തരുന്നത്, അതുകൊണ്ടാണ് ചോദിച്ചത്. ചിലർ ചുമ്മാ അങ്ങ് ചീർത്തിരിക്കും, ഏതാണ്ട് ആയെന്നുള്ള ചിന്ത. ചിലർ സ്റ്റേജിൽ നിങ്ങൾ ഇവരെല്ലാം മര്യാദയ്ക്ക് മാന്യമായിട്ടിരിക്കുന്നു, ചിലർ കാലും വെച്ച് വേറെ പുസ്തകം പോലെ നോക്കത്ത് വലിയ ശ്രദ്ധിക്കത്തില്ല, ഇങ്ങനെ ഇരിക്കും, വാറതാനിരിക്കും പോലെ. ഒന്ന് കൈയടിക്കുക, ആട്ടെ സൂതിക്കുക. അന്ന് വലിയ മെയിൻ പാസ്റ്റർ ആയില്ലേ, മെയിൻ പാസ്റ്റർ ആയ പിന്നെ അനങ്ങാൻ മേലടാ. ദൈവത്തെ ആരാധിക്കേണ്ട സകലരും ആരാധിക്കണം. ഐമേനിയെന്നോ തിരുമേനിയെന്നോ സെൻട്രൽ പാസ് എന്നോ കൺവെൻഷൻ പ്രസംഗകനെന്നോ ലോക്കൽ പാസ് എന്നോ പ്രസ്ബിറ്റർ എന്നോ സൂപ്രണ്ട് എന്നോ ഓവർസിയർ എന്നോ ഒരു കുന്തോ വിഷയമല്ല. സകലയെന്നോ ദൈവത്തെ ആരാധിക്കണം. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവാ. അവിടുന്ന് മാത്രം ആരാധനയ്ക്ക് യോഗ്യൻ. ഈ ഞാൻ എന്നെയും കൂടെ പ്രതിയാക്കാം. ചില ഉപദേശമാര് വേറൊരാൾ പ്രസംഗിച്ച ആ സ്തോത്രം പറയാൻ പ്രതികരിക്കയില്ല. അവരെഴുന്നേക്കുമ്പോൾ എല്ലാവരും ഇളയിക്കോണം. അതിനാ ഇഞ്ചൻ മോട്ടറാണ്. അവര് പ്രസംഗിക്കുമ്പോൾ സ്തുതിച്ചാട്ടെ. ഇപ്പൊ സൗകര്യപ്പെടുന്നില്ല, നീ സ്തുതിക്കുന്നില്ലല്ലോ. എടാ, വിതച്ചാലല്ലയോ കൊയ്യുന്നത്. ഞാൻ എൻ്റെ ചെറിയ അനുഭവം പറയാം. ഞങ്ങളുടെ സഭയിൽ അന്നേരം ആരെങ്കിലും വന്ന് വാക്യം പറഞ്ഞാൽ ഞാൻ വായിച്ചു കൊടുക്കും, പാട്ടും പാടും, സ്തോത്രം പറയും. നമ്മൾ വിതച്ചാലേ നമുക്ക് കൊയ്യാൻ പറ്റുള്ളൂ. സ്തോത്രം. ഇത് പൊരുന്നക്കോഴി ഇരിക്കുമ്പോൾ ഇരിക്കുക, ഇടയ്ക്കിടയ്ക്ക് ഒരു കൊക്ക. ദൈവത്തെ ആരാധിക്കണ്ടേ? ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തുവാണ്. മനുഷ്യനെ ആരാധിക്കരുത്, മൃഗത്തെ ആരാധിക്കരുത്, ഇഴജാതി ആരാധിക്കരുത്, പറവജാതി ആരാധിക്കരുത്, പട്ടിയെ പൂച്ചയെ പല്ലിയെ ഒന്നും ആരാധിക്കരുത്, ചന്ദ്രനെ ആരാധിക്കരുത്, സൂര്യനെ ആരാധിക്കരുത്, നക്ഷത്രങ്ങളെ ആരാധിക്കരുത്, ഒരു തടി മരം ഒന്നും ആരാധിക്കരുത്. ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രം. അവിടുന്ന് മാത്രമാണ് ആരാധനയ്ക്ക് യോഗ്യൻ. ഈ കാണുന്ന പൂജന ഗേജര വസ്തുക്കളെ സൃഷ്ടിച്ചവൻ, സകല അണ്ടകടാകത്തെ ഈ ബ്രഹ്മാണ്ട കോട്ടിനാടത്തെ നിർമ്മിച്ച സർവജ്ഞനായ ദൈവം. ഉളവായതൊന്നും അവനെ കൂടാതെ ഉളവായതല്ല, സകലതും അവൻ ഉളവാക്കി, അവനായിട്ട് ഉളവാക്കി, അവനുമായിട്ട് ആ കാര്യം അവനെയാണ് ആരാധിക്കേണ്ടത്. വന്നുമാകർ നിന്നടുക്കൽ പറ്റിയോട് പൊന്നമൂര കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. വന്നുമാകർ നിന്നടുക്കൽ പറ്റിയോട് പൊന്നമൂര കുന്തിരിക്കാൻ കാഴ്ച വെച്ചു. ഉന്നതാധികാരമുള്ള മന്നവനിയെന്നോദങ്ങർ സന്നപിച്ചു ഘോഷിക്കുന്നിതാ. നിശങ്കമായി സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. കൂട്ടമാക്കി വന്ന നേരം ഈ തുശിലയിൽ കിടന്ന യേശുദേവാ. അതിടയർ കൂട്ടമാക്കി വന്ന നേരം ഈ തുശിലയിൽ കിടന്ന യേശുദേവാ. പട്ടിനുള്ള മൂല വസ്തു സൃഷ്ടി ചെയ്ത ദൈവമേ, ഉത്തമാക്കിടപ്പും കണ്ടു ഞാൻ. സിയോൻ മണവാളനെ, ശ്രീനരപതിയേ സിയോൻ മണവാളനെ. നാശപാത്രമായ ലോകം ആകെയുദ്ധരിപ്പതിനും
കന്യകയിൽ ജാതനായി വന്ന ശ്രീ നരപതിയേ സീയോൻ മണവാളനേ, ശ്രീ നരപതിയേ സീയോൻ മണവാളനേ, ശ്രീ നരപതിയേ സീയോൻ മണവാളനേ, ശ്രീ നരപതിയേ സീയോൻ മണവാളനേ. അപ്പോൾ ആരാധനയ്ക്ക് യോഗ്യൻ യേശുക്രിസ്തു മാത്രമാണ്. അവിടുത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പൊ ഇത് 4-ാം അധ്യായത്തിൽ ചുമ്മാ ചീർക്കുന്നിരുന്ന്, വെറുതെ ഇരുന്ന് ചീർക്കുക. ചിലരുടെ ഇരിപ്പ് കണ്ട എല്ലാം തികഞ്ഞെന്നുള്ള മട്ട. നിങ്ങൾ ചിലരെ വിളിച്ചു വെച്ചാൽ പുസ്തകക്രമം പോലും അറിയാൻ മേല. എത്ര എണ്ണത്തിനെ പറയുന്നത് തെറ്റാ, എന്നാലും പറയാതിരിക്കാൻ ഒക്കത്തില്ല. നമ്മുടെ വിഷയവും തർജ്ജനമെന്നാണല്ലോ. എനിക്ക് സങ്കടകരമായ കാര്യമാണ്. ഇപ്പൊ നിങ്ങൾ പറയുക പാസ് അതൊന്നും പൊതുവെ പറയേണ്ട കാര്യമേ. എനിക്ക് എല്ലാവരുടെയും വീട്ടിൽ വന്ന് പറയാൻ പറ്റുമോ? ഞങ്ങളൊരു ശവസംസ്കാര ശുശ്രൂഷയിൽ സംബന്ധിച്ചു. നാട്ടിലെ ഒരു പ്രമാണിയാണ്. അതുകൊണ്ട് ആ നിലയിൽ ധാരാളം ആൾക്കാർ സെമിത്തേരിയിലെ ശുശ്രൂഷയിൽ സംബന്ധിക്കുന്നുണ്ട്. വളരെ ജനപ്രതിനിധികൾ, അവരുടെ കുടുംബത്തിൽപ്പെട്ടവര്, മാനുഷികമായി പറയാം ഉന്നതന്മാരായി പലര് ആ ശുശ്രൂഷയിൽ. പുള്ളി അവിടുത്തെ ഒരു പ്രമാണി. വളരെ ദുഃഖകരമായി തോന്നിയത് ആ സെമിത്തേരിയിൽ വെച്ച് വായനയുണ്ടല്ലോ, വായിക്കാനായിട്ട് ആ നടത്തിപ്പുകാരൻ പറഞ്ഞു 90-ാം സങ്കീർത്തനം. പുള്ളിയെ ഞാൻ ചെന്നപ്പോൾ മുതൽ പുള്ളിയെ വലിയ ആള് കളിച്ച് ചീർത്ത പുള്ളിയാ. പുള്ളിയുടെ നിപ്പും ഇരിപ്പൊക്കെ കണ്ടാൽ പുള്ളിക്ക് 90 അല്ല 900 സങ്കീർത്തനം അറിയാന്നുള്ള രീതിയിലാണ്. പണ്ട് ഞങ്ങളുടെ ഒരു അമ്മ ഇന്നലെ ഞാൻ പ്രസംഗിച്ചപ്പോൾ പറഞ്ഞു, പഴയ സഭയാ, അവിടെ ശുശ്രൂഷകനായിട്ടിരിക്കുന്നത് ഒരു പഴയ ഉപദേശിയാ. പുള്ളിയെ ഞങ്ങളെല്ലാം വിളിച്ച സാഹിത്യ കൂടാരം വന്ന ഒരു 6 അടി പൊക്കമുണ്ട്, നല്ല ജിബ്ബായി വെക്കേണ്ട നല്ല നെടുപ്പുവാ, നല്ല നല്ല ഭാഷാശൈലിയാ. എന്നെ പോലൊന്നുമല്ല, നല്ല ഒന്നാം തരം ഭാഷയാണ്. ഇതുപോലൊരു ഷാള് വെക്കുന്നുണ്ട്, പുള്ളിയെ ഞാൻ കണ്ടിട്ടുണ്ട്. അല്ലെ മത്തിമല എന്ന് പറയും, മത്തിമല ഉപദേശി, സാഹിത്യ കൂടാരം. അദ്ദേഹം ശുശ്രൂഷയിലിരിക്കുന്ന സമയത്ത് ആ സഭയിൽ ഒരു അമ്മ എഴുന്നേറ്റ് പറഞ്ഞു, പഴയ അമ്മമാരില്ലേ സാക്ഷി പറയുമ്പോൾ ഒരു കറക്കമൊക്കെ ഉണ്ടല്ലോ, അമ്മ ാട്ടെ ഹാലൂയ എന്നും പറഞ്ഞ് നല്ലൊരു കറക്കമൊക്കെ കറങ്ങി സാക്ഷി പറഞ്ഞ കൂട്ടത്തിൽ പറഞ്ഞു, എന്നെ സന്തോഷിപ്പിച്ചൊരു വാക്യം വായിക്കാം, 151-ാം സങ്കീർത്തനം. ഉടനെ പുള്ളി പറഞ്ഞു, അതൊക്കെ പിശാച് പണിതുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ, അവിടെ ഇരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞ 150 വരെ ഉള്ളൂ. അമ്മച്ചി പറഞ്ഞ 151. അപ്പോൾ പുള്ളി ഉടനെ പറഞ്ഞു, അതൊക്കെ പിശാച് പണിതുകൊണ്ടിരിക്കുക, അവിടെ ഇരിക്കാൻ പറഞ്ഞു. അത് അങ്ങനെ പറയണമെങ്കിൽ പുള്ളിക്ക് തിട്ടം ഉണ്ടായിരുന്നു 150 ഉള്ളെന്ന്. തിട്ടമില്ലാത്ത ഉപദേശിച്ച് എന്നാൽ തപ്പം 151 എവിടെ കാണുന്നില്ലല്ലോ. ചുമ്മാ ചീർക്കുന്ന ആൾക്കാരുണ്ട്. അപ്പൊ ഈ ചീർപ്പുകാരൻ ഒരാളാണ് അവിടെ വന്നത്. അപ്പൊ ഈ 90-ാം സങ്കീർത്തനം പല ആൾക്കാർ നിൽക്കുകയല്ലയോ. പുള്ളി ഉടനെ ചാടി അങ്ങ് വായിച്ചു, മൈക്കുമൊക്കെ ഉണ്ടായിരുന്നു. തുടക്കത്തിലെ തെറ്റിച്ചു. ആർക്കും തെറ്റ് പറ്റാം, ആർക്കും പറ്റാം. 2-ാം വാക്യം വായിച്ചപ്പോൾ തെറ്റിച്ചു. അപ്പൊ ആൾക്കാരൊക്കെ നോക്കുന്ന കണ്ടു, ആട്ടെ 1-2 തെറ്റ്. 3-ാം വാക്യം വായിച്ചപ്പോഴും തെറ്റി. മനോവേദനയായിപ്പോയി. സങ്കടം. നമ്മുടെ ആൾക്കാർക്ക് നമ്മളെ പറ്റിയുള്ള ചില പിന്നെ 4-ാം വാക്യം വായിച്ചപ്പോഴും തെറ്റി. 1ഉം 2ഉം ഒക്കെ തെറ്റ് പറയാം, തെറ്റിപ്പറ്റ ആർക്കാം, മനുഷ്യനല്ലേ. എനിക്ക് മനസ്സിലായി 5-ാം വാക്യം ഇവൻ തെറ്റിക്കും. ഞാൻ പറഞ്ഞു ബൈബിളിഞ്ഞതാ മാറി നിൽക്കാൻ പറഞ്ഞു. അവരാരും പറയത്തില്ല, എനിക്ക് എന്നെ പേടി. മാറാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു സണ്ണി വായിക്കും, തെറ്റിക്കരുതെന്ന് പറഞ്ഞു. സണ്ണി പിന്നെ തെറ്റിക്കാതെ വായിച്ചു. അത് കുറ്റമായിട്ടല്ല, പുള്ളിയുടെ ആ നിപ്പും പാവവും മട്ടും കണ്ടാ പുള്ളി എടാ കണ്ണാടി ഇല്ലേ പറയണേ. എനിക്ക് കണ്ണാടി ഇല്ല. കണ്ണാടി ഉള്ള ഒരാള് ഇന്നലെ ആണ്ട് പറഞ്ഞല്ലോ കണ്ണാടി ഇല്ലെന്ന്.
അല്ലേ? പറഞ്ഞതല്ലേ? അല്ലെങ്കിൽ തെറ്റുമെങ്കിൽ പറയണം, അയ്യോ ഞാൻ അത് വായിക്കുന്നില്ല, വേറൊരാൾക്ക് കൊടുക്കും. എന്നെ ചില വിഷയം പ്രസംഗിക്കാനായിട്ട് വിളിക്കും. ഞാൻ പറയോ എന്നെ കൊണ്ട് അതൊക്കത്തില്ല, അത് ഇന്നയാളിനെ വിളിക്കും, പുള്ളി നന്നായിട്ടത്, അതല്ലേ എൻ്റെ മര്യാദ. ഞാൻ പറഞ്ഞു കൊടുക്കും, എനിക്ക് അറിവുള്ള ഇന്നയാളിനെ വിളിക്കുകയാണെങ്കിൽ പുള്ളി അത് നന്നായിട്ട് അറിയാൻ മേലാതെ ഞാൻ അവിടെ കിടന്ന് അത്തത്താ പിത്തത്താ പറഞ്ഞേച്ച് അവസാനം പറയല്ലേ സാന്നിധ്യമാണ്, എല്ലാവരും സ്തുതിച്ചാട്ടെ. എന്നതിന് അവസാനം മനുഷ്യനെല്ലാം തുള്ളി തുള്ളി ഊപ്പാട് വന്ന് ഇതിൻ്റെ ഓളിയും കൂട്ടി അതുങ്ങളും കിടന്ന് കുഴഞ്ഞു. അവൻ തിരിക്കാവുന്നതിൻ്റെ പരമാവധി തിരിച്ച്. വല്ല കാര്യമുള്ള കാര്യമാണോ? അറിയാവുന്ന കാര്യം പാടേ. അപ്പൊ ആ സദസ്സിൽ ധാരാളം ദൈവദാസന്മാരുണ്ട്. അദ്ദേഹം പറഞ്ഞാൽ മതിയായിരുന്നു, അവർക്ക് കൊടുക്കുക, അവർ വായിക്കട്ടെ, ശുശ്രൂഷ ഭംഗിയാക്കണ്ടേ, അതല്ലേ എൻ്റെ മര്യാദ. ഒന്നോ രണ്ടോ പ്രാവശ്യമാണേ നമുക്ക് സഹിക്കാം. ചുമ്മാ നിന്ന്, കാരണം ഈ വെറുതെ ഇരിക്കുമ്പോഴൊന്നും വേദപുസ്തകം വായിക്കത്തില്ലെന്ന് മൊബൈലിൽ തോണ്ടി കുന്തം കണ്ടോണ്ടിരിക്കുക. വെറുതെ ഇരിക്കുമ്പോ ഇത് വായിക്കേ, ചുമ്മാ ഇരിക്കുമ്പോ 2 പാട്ട് പഠിക്കേ. ഞാൻ അമ്പലത്തിൽ നിന്ന് വന്ന ഇത്രയും പാട്ട് പഠിച്ചത്. ആരോട് പറയാനാ? ചുമ്മാ സ്തോത്രം. നമുക്കൊരു താല്പര്യം വേണ്ടേ? ഞാൻ ഇപ്പോഴും എൻ്റെ ചെറിയ അനുഭവം പറയാം. ഇപ്പോഴും എനിക്ക് അറിയാൻ പാടില്ലാത്തൊരു പാട്ട് ആരെങ്കിലും പാടിയാൽ ഞാൻ എഴുതിയെടുക്കും. ഇന്നാളൊരു പാട്ടിനൊരു തള്ളയുടെ പുറകെ എവിടെല്ലാം നടന്നെന്നറിയാം. വീട്ടിൽ ചെന്നപ്പോൾ തള്ള അവിടെ ഇല്ല, അവർക്കേ അത് അറിയാവുള്ളെന്ന്. അപ്പോൾ പറഞ്ഞ് അവരവിടെ ഇല്ല. അപ്പം ഞാൻ പറഞ്ഞു വണ്ടി വിട് നമുക്ക്. അപ്പോൾ പറഞ്ഞാൽ അവർ വേറൊരു സ്ഥലത്ത് പോയിരിക്കാം ജോലിക്ക്, അങ്ങോട്ട് വിടാൻ പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ അവർ ബസ്സിന് കയറി പോകുമെന്ന് പറഞ്ഞു. ഏത് ബസ്സിനാണെന്ന് അറിയത്തുമില്ല. എന്നാൽ ഇന്ന് തള്ള പെടി കൂടിയിട്ടേ ഉള്ളൂ, പാട്ടെടുക്കാതെ ഞാൻ പോവുകയില്ല. പുറകെ പോയി. അന്നത്തെ ദിവസം അവർക്ക് വേണ്ടി ചെന്നു. ഒടുവിൽ അവരെ ചിങ്ങവനത്തിട്ട് പിടികൂടി ബസ്സിലിറങ്ങി പമ്മി വരുന്നു. ഞാൻ പിന്നെ വണ്ടി കൊണ്ട് ചേർത്ത് മുന്നിട്ട് ഞാൻ പറഞ്ഞു പ്രൈസലോ. അയ്യോ പാസ്റ്ററായിരുന്നു. ഞാൻ പറഞ്ഞു അവിടെ നിൽക്കുക, പാട്ടില്ല അതിന് എഴുതി തരാൻ പറഞ്ഞു. അവിടെ നിന്നോണ്ട് പാടി ഞാനത് എഴുതിയെടുത്തു. ആ പാട്ടിൻ്റെ വരി ഇതാ. അവർക്കേ അത് അറിയാവുള്ളൂ, അതുകൊണ്ടാണ്. വേറെ ഇനിയും ലോകത്ത് പേർക്കും അറിയാവോന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ അവർക്ക് അറിയാമെന്നറിയാം, അതുകൊണ്ടാണ് തപ്പിത്തേടിപ്പോയത്. ആ പാട്ടിൻ്റെ വരി ഇങ്ങനെ. സോ അവരുടെ ഭർത്താവ് മരിച്ചപ്പോൾ അവർ സാക്ഷിക്ക് 2 ശീല് പാടി. അവരുടെ അനുഭവത്തിൽ നിന്നാണ് പാടിയത്. നല്ല പാട്ടാണ്. ഞാൻ പാടിയ ഒക്കത്തില്ല. അവർ ഭർത്താവ് മരിച്ചതിൻ്റെ പിറ്റേ ആഴ്ച സഭയിൽ വന്ന് പാട്ട് പാടി ഈ ശീല് പാടി. എല്ലാവരും ആത്മാവി ദൈവത്തെ മഹത്വപ്പെടുത്തി. അനുഭവവും ആ സന്ദർഭവും. ആ പാട്ടിൻ്റെ വരി ഇങ്ങനെ. സ്വന്തം ഭർത്താവ് മരിച്ചു സ്വതന്ത്രയായി യാത്ര ചെയ്തിടുന്ന രൂതിനെ പോലെ. സ്വന്തം ഭർത്താവ് മരിച്ചു സ്വതന്ത്രയായി യാത്ര ചെയ്തിടുന്ന രൂതിനെ പോലെ. പാടാൻ നേരം നിങ്ങളിപ്പോ പറയാ ആ പാട്ട് ഞാൻ എന്ത് ബന്ധപ്പെട്ടിയെന്ന് പഠിച്ചാ ചുമ്മാ തരുന്നില്ല. ഡീസൽ എന്തും വേണം കത്തിച്ചാന്നറിയോ? വേണം. ഇത് കഴിഞ്ഞ് ഞാൻ അവരുടെ പുറകെ പോയി മേടിച്ചില്ല, എൻ്റെ പുറകെ വാ. അപ്പൊ ഞാൻ പറഞ്ഞതിൻ്റെ സാരം, മെനക്കെടണം, നന്നായിട്ട് മെനക്കെടണം. സ്തോത്രം. ഞാൻ ദൈവകൃപയെ ശരണപ്പെട്ട് പറയാം. ബൈബിൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ ധാരാളം സഹോദരന്മാർ, മാന്യ സഹോദരന്മാരുണ്ട്. എന്നാൽ എൻ്റെ ചെറിയ അനുഭവം, ഞാൻ ഒരു മോഹൻലാൽ പോൾ ഉണ്ടായിരുന്നു നമ്മുടെ അസംബ്ലീസ് കോടി ഇവിടെ ഇരുന്നേ. മോഹൻലാൽ പോൾ ഇവിടെ കോടുകുളഞ്ഞിലൊക്കെ ഇരുന്നതാണ്. ഒടുവിൽ ആക്സിഡൻ്റൊക്കെ പറ്റി. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ നമ്മുടെ കാർത്തികപ്പള്ളി. സുജാ പോളിൻ്റെ അനിയനെ, അത് തന്നെ മോഹൻലാൽ രംഗനാഥൻ നായിക്കമ്പോൾ എന്നാ ഫുൾ നെയിം. അദ്ദേഹം ഞാൻ ഒന്നിച്ച് പഠിച്ചതാണ്. ഒരു ബ്രാഹ്മണ കുടുംബത്തിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് വന്നതാണ്. ഞങ്ങൾ ബൈബിൾ സ്കൂളിൽ ഒന്നിച്ച് പഠിച്ചു. ഞാൻ ഈ മോഹനും കൂടെ. ഞങ്ങൾക്ക് ഉറക്കമില്ല. ബൈബിൾ സ്കൂളിലെ സഹോദരന്മാരെല്ലാം രാത്രി ഡോർമെട്രി കയറി കഥവുമൊക്കെ അടച്ച് എല്ലാവരും വിശ്രമിക്കും. ഞാനും മോഹനും കൂടി ഇരുന്ന് പ്രാർത്ഥിക്കും. മെനക്കെടണമെന്ന്. ഞങ്ങൾ രണ്ടും താഴെ ഒരു മുറിയുണ്ട്. അവിടെ ഈ കച്ചടയെല്ലാം കൊണ്ടിട്ടിരിക്കുന്ന മുറിയാണ്. ആവശ്യമില്ലാത്ത എല്ലാ മുറി കച്ചടയല്ല, കഥകൊന്നുമില്ല. ഞാൻ പറഞ്ഞു നമുക്ക് അവിടെ പോയിരുന്നു പ്രാർത്ഥിക്കാം, ആത്മാവിലാകാം. ഞങ്ങൾ പോയിരുന്നു പ്രാർത്ഥിച്ച് രാത്രിയിലെല്ലാം ഉറക്കമില്ല. പുള്ളിയുടെ വീട്ടിലും പ്രശ്നമായി, എനിക്കും പ്രശ്നമാണ്. പിന്നെ പ്രാർത്ഥിക്കാതിരിക്കാൻ പറ്റുമോ? 2-3 കൊല്ലം. പിന്നെ കുഞ്ഞവറാച്ചാനോടെ എപ്പോൾ ഉപവാസം വെച്ചാലും ഞങ്ങൾ 2 പൂർണ്ണ ഉപവാസമാണ്. 7 ഇരിക്കും, 3 ഇരിക്കും, 5 ഇരിക്കും.
21 ഇരിക്കും. അന്നേരമല്ല ഞങ്ങൾ പൂർണ്ണമായിട്ടിരിക്കും. പിന്നെ എൻ്റെ ഒരു ചെറിയ അനുഭവം, ഞാൻ എല്ലാ ആഴ്ചയിലും ബുധനാഴ്ചയും വെള്ളിയാഴ്ചയും ഞായറാഴ്ചയും ഉപവസിക്കുമായിരുന്നു 3 കൊല്ലവും ഹൈസ്കൂളിൽ പഠിക്കുമ്പോൾ. അതൊക്കെ ദൈവകൃപയാണ്. അതാ ഞാൻ പറഞ്ഞ മെനക്കെടണമെന്ന്. സ്തോത്രം, മെനക്കെടണം. അതാരാ പറഞ്ഞേ? വില കൊടുക്കണം. നിങ്ങൾ ഇപ്പൊ കണ്ടപ്പം പുള്ളി വലിയ പൊന്നുമോനാ. അത് പിന്നെ വേറെ കാര്യമുണ്ട്. അതാ മെനക്കെടണം, ഉപവസിക്കണം, പ്രാർത്ഥിക്കണം, ആരാധിക്കണം, വേറെ പുസ്തകം വായിക്കണം. നിനക്ക് ജ്ഞാനം കുറവാണെങ്കിൽ നീ ഒന്നും പാരപ്പണ്ട, വേറെ പുസ്തകം വായിച്ചാൽ മതി. ഇത് വായിച്ച് തിട്ടമായ നിന്നെ വല്ല ലോകത്തിലാരും കാണുകയല്ല. നീ കുറെ തിയോളജി ആയിട്ട് ഇറങ്ങി, ന്യൂമറ്റോളജി, ആന്ത്രോപോളജി, എസ്കറ്റോളജി, ഡ്യൂമനോളജി, ദൂതശാസ്ത്രം, എന്തുവാ ഏഞ്ചലോളജി, ഒരു ഇംഗ്ലീഷ് ഇരിക്കട്ടെ. പിന്നെ ചങ്ങന്നൂർ ടൗൺ അസംബ്ലീസ് കൂടി വന്നതല്ലേ ഒരു ഇംഗ്ലീഷ്. തിയോളജി നല്ലതാ, പക്ഷേ ശുശ്രൂഷയിൽ ശോഭിക്കണമെങ്കിൽ അഭിഷേകവും ദൈവകൃപയാ. മുട്ടാലിരിക്കണം, മുഴങ്കാലിരുന്ന് പ്രാർത്ഥിക്കണം, ആരാധിക്കുക, ഉപവസിക്കുക, പ്രാർത്ഥിക്കുക. ശരിക്കും ആത്മാവിലാകണം. നീ അമ്മ ഇങ്ങനെ തൂത്തിരുന്നാലെന്ന് പ്യായു നിന്നെ ചപ്പും. ഇനി എന്നാ ചപ്പാനാ? ചപ്പി ഒരു പരുവത്തിനാക്കി അടിച്ചു വെച്ചിരിക്കുക. പണ്ട് പഴമാങ്ങ ചപ്പി വെക്കുകയല്ലേ, കണ്ടിട്ടില്ലേ? എടാ, പ്യാജ് ചപ്പാതെ നീ മുട്ടയിലിരുന്ന് ആത്മാവിൽ നിറഞ്ഞ് നിന്റെ പത്രാസും പ്രൗഢിയും ഞാൻ വലിയ കസർത്തുകാരനാന്ന് പറയാതെ ദൈവത്തെ ഭയപ്പെട്ട് മുഴങ്കാലിന്മേലിരുന്ന് ആത്മാവിൽ ശക്തിപ്പെട്ടാൽ നിനക്ക് വിടുതൽ കിട്ടും. നിന്നതെല്ലാം ലോകത്തിലാരും കാണുകയില്ല. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്. ഞാൻ വലിയ പുള്ളിയാന്ന് പറഞ്ഞിരുന്ന വലിയ പുള്ളിക്കാരെയൊക്കെ അയ്യോ, കുട്ടനാട്ടിലെ ഏറ്റവും വലിയ പുള്ളിയായിരുന്നു മുരിക്കൻ. കേട്ടിട്ടുണ്ടോ? മുരിക്കൻ കേട്ടിട്ടില്ലേ? കായൽ രാജാവ് മുരിക്കൻ. 3 കായൽ സ്വന്തം. കായലെന്ന് പറഞ്ഞാൽ അവിടെ കൃഷി ചെയ്യുന്നതിന് കായൽ, ഇവിടെ പാടമൊക്കെ പുഞ്ചപ്പാടം, അതാ കായല്. 3 കായൽ സ്വന്തം എന്ന് പറഞ്ഞാൽ വേമ്പനാട്ട് കായൽ പുള്ളി വളച്ചിങ്ങെടുത്തു. രാജാവ് കൽപ്പന കൊടുത്തു, പക്ഷിക്ഷാമം വന്നപ്പോഴേ കുത്തിക്കോളാൻ പറഞ്ഞു. ആൾക്കാരെ നിർത്തി കായൽ വളച്ചിങ്ങെടുത്ത് 3 കായൽ. ഒരു കായലാണ്ട് 1800 ഏക്കർ. 3 കായൽ 1800 ഇൻറ്റു 3 കൂട്ട് 24 3 5400 ഏക്കർ സ്വന്തമാണ്. 2 സെന്റുള്ള നിന്റെ ആ ഇരിപ്പ്. അതിന്റെ ആധാരവും നിന്റെ കയ്യിലില്ല. പേര് കൂട്ടാൻ നീ എത്ര നാളായി വിജയിപ്പിച്ചു കൂടെ? സാറേ 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 സാറേ. എന്നിട്ട് അഹങ്കാരത്തിന് യാതൊരു. കായൽ രാജാവായിരുന്നു മുരിക്കൻ. ചരിത്രമൊന്നും ഞാൻ പറയുന്നില്ല. നാളെ മനോരമയുടെ സൺഡേ സപ്ലിമെന്റിലുണ്ടായിരുന്നു. വേണേ കണ്ടില്ലെങ്കിൽ കോട്ടയത്ത് നിന്ന് മേടിച്ച് വായിച്ചു, അന്നേരം കാര്യം അറിയാം. മിടുക്കന്മാരെയൊക്കെ നമ്മൾ കണ്ടേച്ചിരിക്കുകയല്ലേ. മിടുക്കെല്ലാം തീരും കേട്ടോ. പണ്ട് നമ്പിയാർ പറഞ്ഞായിരുന്നല്ലേ, സ്കൂളിൽ പഠിച്ചതാ കുഞ്ചൻ നമ്പിയാര്. മിടുക്കും ശൗര്യവും എല്ലാം ഒടുക്കൻ ആസ്തിയാം നിന്റെ കടുപ്പം കാട്ടിലെങ്ങാനും കടക്കും വാനരത്തോട് കടക്കണ്ണും ചുമത്തിക്കൊണ്ടൊടുക്കം വിക്രമി പുല്ലും അടിക്കും തന്നെ പിടിക്കും ചടിക്കും പിന്നെ അടിക്കും. പഠിച്ചല്ലേ? സ്കൂളിൽ പഠിച്ചതാ. ആളിങ്ങനെ വഴി കിടക്കുക കൊരങ്ങനെ. ഇയാള് ഗതയൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്ന് മാറാൻ പറഞ്ഞു. വാലിങ്ങനെ നെടുപ്പായിട്ടിരിക്കുക. നമ്മൾ പഠിച്ചല്ലേ സ്കൂളിൽ ഇല്ലേ? ഇവിടെ ഒന്നും സ്കൂളില്ലയോ? അന്ന് പോയില്ലേ? ഏത് ദിവസാ പോയത്? വാല് വഴിയിലിട്ട് കിടക്കുക. അമ്മ പോയി സ്കൂളിൽ അന്ന്. പുള്ളി അങ്ങോട്ട് ചെന്നപ്പോ കൊരങ്ങൻ പറഞ്ഞ ഒരു കാര്യം ചെയ്യാ, ആ ഗത കൊണ്ട് വാലങ്ങ് മാറ്റിയച്ച്. പുള്ളി അതെടുത്ത് വെച്ചെന്ന് വാലൊന്നും അനങ്ങുന്നില്ല. അപ്പൊ പുള്ളി ആ കിടന്ന കിടപ്പി കൊരങ്ങൻ അവിടെ കിടന്നുകൊണ്ട് ചോദിച്ചു, മുറിയും എന്തൊടോ ഭീമാ ഗതയോ നമ്മുടെ വാലോ അറിയാഞ്ഞിട്ട് ചോദിക്കുന്ന അരിചം കൊള്ളുക. എൻ്റെ ഗതയാന്ന് ഓടിക്കുന്ന എൻ്റെ വാലാന്നോന്ന്. ഞാൻ അതൊന്നും ചൊല്ലുന്നില്ല, നിങ്ങൾക്കറിയാം, സ്കൂളിൽ പഠിച്ചതല്ലേ. അവസാനം പുള്ളി അന്തം വിട്ടുപോയി. കൊരങ്ങനാന്നും പറഞ്ഞ് എന്ന് ഇടപെട്ടതാ.
പിന്നെ കവിയുടെ ഭാവനയാ, പുള്ളി അങ്ങോട്ട് കുരങ്ങൻ അങ്ങ് വളർന്നെന്നാ, ഭയങ്കര വളർച്ച. സ്കൂളിൽ പഠിച്ചതാ. ഉദ്ധതമതി നരപതി തന്നുട വാക്കുകൾ ഇങ്ങനെ കേട്ടു, ബുദ്ധിയിലധികം കലർന്നു കുതൂഹമെയ്യുന്നു ഹനുമാൻ. വർദ്ധിത തരതവള ഹിമാചല സന്നിപ, ഹിമാചലം പോലെ അങ്ങ് വളർന്നെന്ന്. വർദ്ധിത തരതവള ഹിമാചല സന്നിപ തുങ്ക ശരീരം നെടുതാകിന കൊടിമരമെന്ന കണക്ക് തടിച്ചൊരു വാലും തുട നയനങ്ങളും അമ്പൊട് ചെമ്പ് കിടാരം പോലെ കുടിലാകൃതി ശശികല പോലെ വിളങ്ങിന ദന്തകതമ്പം ജടല സ്ഫുട തടകളും ഇടകലരുന്ന ഭയങ്കര മുഖവും പടകത്തോട് പരപൊടുതീരിന്റെ മൃദുതരകര. സ്കൂളിൽ പഠിച്ചതാണ്. എന്ന് പറഞ്ഞാൽ നമ്മുടെ മിടുക്കും ഈ സാമർഥ്യവും ഈ ഒന്നിനും കൊള്ളുകയല്ല. നീ ദൈവത്തെ ഭയപ്പെടണം, ദൈവത്തെ ഭയപ്പെടണം. കണ്ടമാനം ചീർക്കരുത്. എന്നെ കേൾക്കുന്ന പ്രിയരെ, നമ്മളെ കൊണ്ട് ഒന്നും നടക്കത്തില്ല. വല്ലതും ഒക്കുന്നുണ്ടെങ്കിൽ അവിടുത്തെ കൃപയാ. പൗലോസ് പറഞ്ഞല്ലോ, ഞാൻ ആകുന്നത് കൃപയാല. ചീർക്കരുത്, ചീർക്കരുത്, അഹങ്കരിക്കരുത്. 4-ാം അധ്യായത്തിൽ കണ്ടമാനം ചീർത്തിരിക്കുന്നു. 5-ാം അധ്യായം പൊതുവിൽ ഇപ്പോൾ പ്രസ്താവിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. ഒറ്റവാക്കി പറയാം, ദുർനടപ്പ്. 5 ജാതികളുടെ ഇടയിൽ പോലും ഇല്ലാത്തത് വിവരിക്കുന്നില്ല. 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ വ്യവഹാരം. സഭാവിശ്വാസി എന്നും ചെങ്ങന്നൂർ കോടതി കാണാം. എന്നാ ഇവിടെ ഒരു കേസുണ്ട്, പിറ്റേന്ന് നമ്മൾ എന്നെ ഇതിലെ കിടന്ന് കറങ്ങുന്ന വേറൊരു കേസുണ്ട്. പിറ്റേന്ന് നമ്മൾ ചെന്നപ്പം എന്നെ പറ്റി എനിക്കെതിരെ ഒരാൾ കേസ് കൊടുത്തു. അത് പിന്നെ കുഴപ്പമില്ല, കോടതി വിളിച്ചാൽ പോകണം. മറ്റേ രണ്ടും പുള്ളി കൊടുത്തടാ. 3-ാം ദിവസം ചെന്നപ്പം ചുരുക്കി പറഞ്ഞാൽ ചെങ്ങന്നൂർ കോടതിയിൽ ഒരു പായും തലയണം വെച്ചേക്കട. എപ്പോൾ ചെന്ന ഇപ്പോൾ അവിടെ ഉണ്ടല്ലോ. നിന്റെ വ്യവഹാരം ദൈവമാണ് നടത്തി തരുന്നത്. പ്രൈസ് ദ ലോർഡ്. നമുക്കെതിരെ ആരെങ്കിലും കേസ് കൊടുത്താൽ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് കോടതിയെ ബഹുമാനപ്പെട്ട കോടതിയെ ബഹുമാനിച്ച് വിളിച്ചാൽ ചെല്ലണം. നീ കേസ് കൊടുക്കരുത്. നിന്റെ വ്യവഹാരമെല്ലാം ദൈവമാണ് നടത്തി തരുന്നത്. ഉന്നതന് മീതെ ഉന്നതനുണ്ട്, അവന് മീതെ അത്യുന്നതനുണ്ട്. അവൻ യോബ് പറഞ്ഞത് മറന്നു പോകരുത്. ഇപ്പോഴോ എന്റെ സാക്ഷി സ്വർഗത്തിലും എന്റെ ജാമ്യക്കാരൻ ഉയരത്തിലാണ്. 6-ാം അധ്യായത്തിൽ വ്യവഹാരത്തിന് ഇങ്ങനെ നടക്കുക. 6-1 വായിച്ചേ സഹോദര. മറ്റൊരുത്തനോട് ഒരു കാര്യമുണ്ടെങ്കിൽ, നിങ്ങളിൽ ഒരുത്തന് മറ്റൊരുത്തനോട് ഒരു കാര്യം, ഒരു വിഷയം ഉണ്ടെങ്കിലേ വിശുദ്ധന്മാരുടെ മുൻപാകെയല്ല അഭക്തന്മാരുടെ മുൻപിൽ വ്യവഹാരത്തിന് പോകുവാൻ ഒന്ന് പറഞ്ഞ് 2-ാമത്തെ പഞ്ചായത്ത് മെമ്പറും പഞ്ചായത്ത് പ്രസിഡന്റ് MLA. പിന്നെ ദൈവം എന്തിനാ ഇവിടെ? സഭയുടെ പ്രശ്നം തീർക്കാൻ MLA മെമ്പറും അല്ല വരേണ്ടത്, അത് ദൈവം തീർത്തു തരേണ്ടതാ. MLA ബഹുമാനിക്കണം, മന്ത്രിയെ ബഹുമാനിക്കണം, മെമ്പറിനെ ബഹുമാനിക്കണം, അവരെ ബഹുമാനിക്കണം. അവരെ നമ്മുടെ വിഷയം കേസ് തീർക്കാനല്ല, അതൊക്കെ വേറെ കേസാ. അത് അവരത് ചെയ്തോളൂ. അവർ വന്ന് നമുക്ക് സമാധാനം വേണം. അച്ഛാനിവിടെ IPC, അച്ഛാനോ അസംബ്ലിസ് ബോഡി, പിന്നെ IPC കാരണം അച്ഛനങ്ങ് സമാധാനപ്പെടും. ഇല്ലല്ലോ, ഞാൻ സമാധാനപ്പെടുകയില്ല. മെമ്പർ ഇതിന് ഇല്ല, മെമ്പറിനെ ഞാൻ അയാൾ ചിന്തിക്കും വാലായുടെ ഇടയിൽ വന്ന് ദൈവനാമം ദൂഷിക്കുക. നിന്റെ കാര്യവും വ്യവഹാരവും നടത്തുന്നത് ദൈവമാണ്. വിശുദ്ധന്മാര് ദൂതന്മാരെ വിധിക്കാനുള്ളവരാ. സ്തോത്രം. അതുകൊണ്ട് ഞാൻ ദൈവമക്കളോട് പറയാം, ഒരു കാര്യത്തിനും പോകരുത്, മുട്ടുമടക്കി പ്രാർത്ഥിക്കണം. സകല പ്രശ്നങ്ങൾക്കും പരിഹാരവും തീർപ്പും കൽപ്പിക്കാൻ കഴിവുള്ള ഒരുവൻ എനിക്ക് നിങ്ങൾക്ക് വേണ്ടി ഉയരത്തിലുണ്ട്. അവിടുന്ന് നീതിയോടെ വിധിക്കും. അല്പം താമസിക്കും, കാത്തിരിക്കണം. അവനെ കാത്തിരിക്കുന്ന ഒരുത്തനും ലജ്ജിച്ചു പോകത്തില്ല. 6-ാം അധ്യായത്തിൽ വ്യവഹാരം. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നമാണ്. 7-ലെ വിഷയം കുടുംബ പ്രശ്നമാണ്. ഭാര്യയും ഭർത്താവും അപ്പനും മക്കളും അമ്മയും അമ്മായിയമ്മയും മരുമകളും എല്ലാം പ്രശ്നങ്ങളാണ്. എല്ലാം പെന്തിക്കോസിലും ആ പക്ഷേ മുഴുവൻ എല്ലാം ക്രിസ്ത്യാനികളാണ്. കൂടുതലും ഈ കുടുംബ പ്രശ്നം എല്ലാം ക്രിസ്ത്യാനികളുടെ ഇടയിലാണ്. കുടുംബ കോടതി ധാരാളം. അതിന് കാരണം ഇതാ, ക്ഷമിക്കാൻ മനസ്സില്ല, പൊറുക്കാൻ മനസ്സില്ല, വിധേയപ്പെടാൻ മനസ്സില്ല, പൊരുത്തപ്പെടാൻ ഒക്കുന്നില്ല. സ്റ്റേജെ വെച്ച് പറയാം നമുക്ക് വേറെ മാറണം, കൈ കൊടുത്തില്ല, അടുത്തിരിക്കുമ്പോഴേ വേറെ മാറണം. പിന്നെ അവനോട് ഇരുന്ന് പറഞ്ഞ് എൻ്റെ അപ്പനും അമ്മയ്ക്ക് ഞാനൊരു മോനേ ഉള്ളൂ, അതൊന്നും എനിക്ക് വിഷയമല്ല. എടി എൻ്റെ അമ്മ എന്നെ കഷ്ടപ്പെട്ട് 10 മാസം, നിങ്ങളെ മാത്രമല്ല നൊന്തത്, എന്നെ നൊന്തതാണ്.
എടി എൻ്റെ അപ്പനെ ഷുഗറും അസ്വസ്ഥതയൊക്കെ ഉള്ളത് ഒറ്റയ്ക്ക് ഇട്ട് വെച്ച് പോകാനൊക്കെ അതില്ല, അതൊന്നും എനിക്ക് വിഷയമല്ല. പിന്നെ അവൻ ചോദിച്ചു, എങ്ങോട്ടാണ് നമ്മൾ വേറെ മാറുന്നത്? ഞങ്ങളുടെ അടുത്തൊരു വീട് കണ്ടാച്ചാ വന്നേക്കുന്നത്. അവിടെ അടുക്കൊരു വീട് കണ്ടെന്ന് ഇവൻ ഇങ്ങനെ ആനക്കാരൻ പോകുമ്പോൾ അവിടെ പുറകെ നടക്കുക. പൊരുത്തപ്പെടുന്നില്ലല്ലോ, ഭർത്താവിന്റെ അമ്മയെ സംരക്ഷിക്കുന്നില്ലല്ലോ ചിലര്, ഭർത്താവിന്റെ വീട്ടുകാരെ ബഹുമാനിക്കുന്നില്ലല്ലോ ചിലര്. എന്നാ ഒരു അരുതാഴിയ പോലെ ഭർത്താവിന്റെ അമ്മ വന്നാൽ ചിലർക്ക്, എല്ലാവരുടെ കാര്യം മാന്യ സ്ത്രീകളുണ്ട് കേട്ടോ. ഭർത്താവിന്റെ വീട്ടുകാരെ, സ്വന്തം വീട്ടുകാരെ, ഭർത്താവിന്റെ ആൾക്കാരെ, സ്വന്തം ആൾക്കാരെയൊക്കെ ഒരുപോലെ കരുതി ആദരിച്ച് ശുശ്രൂഷിക്കുന്ന മാന്യ വനിതകളുണ്ട്. അവർക്കായി ദൈവത്തിന് മഹത്വം. ദൈവം നിങ്ങളെ, നിങ്ങളുടെ സന്തതിയെ അനുഗ്രഹിക്കട്ടെ. എന്നാൽ ചിലരങ്ങനല്ല, ഭർത്താവിന്റെ അമ്മ വരുന്ന ഇഷ്ടമല്ല. കാണുമ്പോളെ അങ്ങ് ഈ തള്ള കൂടെ കുടിഞ്ഞോട്ട് എന്താ അമ്മച്ചി? അമ്മച്ചി പറഞ്ഞ ഞാൻ ഒരാഴ്ച ഇവിടെ നിൽക്കാൻ തോന്നും. ഒരാഴ്ചയോ? ഇവിടെ കൂടെ കൂടെ കറണ്ട് പോകുന്നുണ്ട് അമ്മച്ചി. അമ്മച്ചി മൂലമറ്റത്തിൽ നിന്ന് വന്നാന്നോ? കൂടെ കൂടെ ഇവിടെ കറണ്ട് പോകുന്നുണ്ട്. മിക്സി വർക്ക് ചെയ്യുന്നില്ല, അമ്മ എന്നെ അരി പൊടിക്കാൻ വന്നാന്നോ എന്ന് പറഞ്ഞ ഈ അമ്മേനെ നിർത്താൻ താല്പര്യം അതാ. അതുകൊണ്ടാണ് വന്ന ഉടനെ കോള് വിളിച്ച് പറഞ്ഞത് മിക്സി വർക്ക് ചെയ്യുന്നില്ല, കൂടെ കൂടെ. അതേസമയം അവരുടെ അമ്മ വന്നാലോ, അമ്മച്ചി അമ്മച്ചിക്ക് നട്ട്സ് വേണം, അമ്മച്ചിക്ക് നട്ട്സ്. അവിടെ അമ്മയ്ക്ക്, നിങ്ങൾക്ക് എന്നെ മനസ്സിലായില്ലേ? അയ്യോടി കപ്പലുണ്ട്, ഈ പറഞ്ഞാണ്ടി, അതാ നട്ട്സ്. അവിടെ അമ്മയ്ക്ക് പറഞ്ഞാണ്ടി, അവന്റെ അമ്മയ്ക്ക് പൊരിക്കടല. തള്ള എന്നിട്ട് ആന്ധ്രാവായി കയറി നടക്കാം. ഇതൊക്കെ നടക്കുന്ന കാര്യമാണ്. ഞാൻ പിന്നെ അങ്ങ് പച്ചയ്ക്ക് പറയുന്നേ ഉള്ളൂ. അനുഭവിക്കുന്ന എത്ര എണ്ണമുണ്ട്. ഞാൻ ദൈവമക്കളോട് പറയാം, ഭർത്താവിന്റെ അമ്മയും ഭാര്യയുടെ അമ്മയും രണ്ടുപേരും ഒരുപോലെ കരുതണം. ഭർത്താവിന്റെ അപ്പനെ അമ്മയും ഭാര്യയുടെ അപ്പൻ 4 പേര് അവരുണ്ടെങ്കിൽ അവരെ 4 പേരെ ഒരുപോലെ കരുത്. നിനക്ക് നിന്നെ സന്തതിക്കും അനുഗ്രഹമാണ്. അങ്ങനെയല്ലേ പുസ്തകം പഠിപ്പിക്കുന്നത്? നിനക്ക് നന്മയുണ്ടാവാൻ നീ ഭൂമിയിൽ ദീർഘായുസ്സോടിരിപ്പാൻ നിന്റെ അപ്പനെ അമ്മയെ ബഹുമാനിക്കുക. നീ അറിയാത്ത നന്മയുടെ വഴി ദൈവം തുറന്നു തരും. നിന്റെ സന്തതി പോകുന്നിടത്തും ദോഷം വരികയല്ല. നിന്റെ സന്തതിയുടെ സന്തതിയെയും ദൈവം അനുഗ്രഹിക്കും. അവിടെ ഞാൻ ഇങ്ങനെ പറഞ്ഞാൽ ഇന്ന് അത് തന്നെ പറയേണ്ടി വരും. എടുത്ത വാക്യത്തോടൊന്നും പറയാൻ ഒക്കത്തില്ല. സ്തോത്രം. അതുകൊണ്ട് ഓടിച്ചങ്ങ് പോയി. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം പരിഹരിക്കുക. 8-ാം അധ്യായത്തിലെ ഈ വിഗ്രഹത്തോടുള്ള ബന്ധത്തിൽ അവര് കർക്കശമായിട്ട് ശാസിച്ചു. വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത് കേട്ടോ. 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പിതം ഭക്ഷിക്കരുത്. അറിയാതെ ചിലപ്പോൾ അബദ്ധം പറ്റും, അത് കുഴപ്പമില്ല. സ്തോത്രത്താലും പ്രാർത്ഥനയാലും ശുദ്ധി. അറിഞ്ഞുകൊണ്ട് നീ കഴിക്കരുത്. നേർച്ച സാധനം ഒന്നും മേടിച്ച് കഴിച്ചേക്കരുത്. അവിടുന്ന് ഇവിടുന്ന് കൊണ്ടുവരുന്നത് അവിടുന്ന് കൊണ്ടുവന്നത് അത് കയ്യിലിരുന്നോട്ടെന്ന് പറയണം. പിണങ്ങൊന്നും വേണ്ട. ഞങ്ങള് പെന്തിക്കോസുകാരാ, ഞങ്ങൾക്കിത്. അയ്യോ അതന്നെ, അത് ഞങ്ങൾക്ക് പുസ്തകത്തിൽ വാക്യമുണ്ട്. കർത്താവിൻ്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാര് അതാ വാക്യമുള്ളതുകൊണ്ടാണ്. അതുകൊണ്ട് വാവ്, പെരുന്നാൾ, ശബത്ത് ഈ വക സംബന്ധിച്ച് ആരും നിങ്ങളെ വിധിക്കരുത്. സൂക്ഷിച്ചോണം. സ്തോത്രം. നല്ല പായസമാണെന്ന് പറഞ്ഞ് മേടിച്ചോ, ഇച്ചിരിയുടെ തരാവോ? പേര് സ്ഥലമൊന്നും പറഞ്ഞില്ല. ഒരു തിരുമേനി അന്നെ പായസം അടിച്ച് പരുവക്കേടായാ പോയത്. പോയി പിന്നെ അടിക്കാവുന്നിടത്തോളം അഴിച്ച് സ്തോത്രം. ആരാന്നായിരിക്കും യോഗം കഴിഞ്ഞ് പറയാന്ന്. ഇവിടെ ജ്ഞാനബുദ്ധി ആവശ്യം. വിഗ്രഹാർപ്പിതം അത് ദൈവത്തിനുള്ളതല്ല. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് ആത്മനിറവിനെ പ്രാപിച്ച് തിരുമേശി എടുക്കുന്ന നീ അത് ഭക്ഷിക്കരുത്. മനസ്സിലായോ?
കർത്താവിന്റെ മേശയിലും ഭൂതങ്ങളുടെ മേശയിലും പങ്കുകാരാകരുത്. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. അല്ല, കിട്ടുന്നതെല്ലാം മേടിച്ച് അടിച്ച് പെരുക്കി വെച്ച് എന്നാന്നറിയാമല്ലേ പാസ്റ്റേ, ഇവിടെ ഒരു പിടുത്തം ആത്മാവിലാങ്ങ് ഒരു പിടുത്തം, അത് തിന്നപ്പോൾ ഓർക്കണമായിരുന്നു. സ്തോത്രം. എന്നാ പറയാ, കൈവശം ഇറക്കുന്ന ആരെങ്കിലും ഉണ്ടോ? എന്നാ ഞാൻ പുല്ലാട് തങ്കച്ചുണ്ട് എണ്ണ പ്രാർത്ഥിച്ചു കുടി. എടാ, എണ്ണ കുടിച്ചാൽ പിന്നെ നോക്കാനും വരികയല്ലേ. നിങ്ങൾ നടന്ന കാര്യമായി പറഞ്ഞ് എണ്ണ പ്രാർത്ഥിച്ചു, കാത്തോടെ എണ്ണ പ്രാർത്ഥിച്ചു, ഒഴിച്ചു കൊടുത്തോണ്ട് എണ്ണ പറഞ്ഞ ഇറങ്ങട്ടെ, എന്നെ ഇറങ്ങാൻ. അങ്ങനെ അവിടെ നല്ലറിയാ കുടലിറങ്ങി വരും. പുസ്തകത്തിലെ പ്രമാണം ആ വിചാരം യാക്കോബിന് പറ്റുകയില്ല. ലക്ഷണവിത്ത് ഇസ്രായേലിനോട് ഫലിക്കത്തില്ല. നീ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പരിശുദ്ധാത്മ നിറവിൽ ദൈവത്തെ ആരാധിക്കുന്ന ദൈവത്തിന്റെ പൈതലാണെങ്കിൽ ഒരാവിചാരവും നിനക്ക് പറ്റുകയില്ല, ഒരു കൂടോത്രവും നിനക്ക് കേൾക്കത്തില്ല, ഒരു ലക്ഷണവിദ്യയും നിനക്ക് ഫലിക്കത്തില്ല. യഹോവ നിന്നെ ചുറ്റി പരിപാലിക്കും. പക്ഷെ ഒരു വ്യവസ്ഥ, പ്രമാണത്തിൽ നിൽക്കണം. കണ്ട കടിച്ചാണിയെല്ലാം വാങ്ങി തിന്നേച്ചേ ഏമ്പൊക്കം വിട്ട് നടക്കുക നെടുക. ഗൾഫിൽ നിന്ന് പോന്നോ? എന്നെ പറ്റി? കുഴപ്പമൊന്നുമില്ലല്ലോ, ദൈവം അനുഗ്രഹിക്കട്ടെ. വളരെ സൂക്ഷിക്കണമെന്ന് ദൈവത്തെ മഹത്വപ്പെടുത്തണം, വേർപാട് പാലിക്കണം. കൊച്ചുങ്ങൾക്കൊക്കെ പറഞ്ഞു കൊടുക്കണം, മോളെ നേർച്ച സാധനം ഒന്നും മേടിച്ച് തിന്നരുതെന്ന് കൊച്ചുങ്ങൾക്ക്. അല്ല, അവള് മേടിച്ചോണ്ട് എന്നെ തടി, അതെ അവിടുന്ന് കിട്ടിയൊരു പാച്ചോറ എന്നാ ഇച്ചിരി എനിക്കൂടെ തടി, അത് മേടിച്ചങ്ങ് വിഴുങ്ങി കാക്കാതെ നിന്ന് കൊത്തുന്നത് പോലെ. കണ്ടതും കൈ കിട്ടിയതെല്ലാം വലിച്ചു വാരി അടിച്ച്. വളരെ വേർപാട് പാലിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇത് വേർപാടിന്റെ ഉപദേശമാണ്. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. തരമെഴും അലങ്കാരമില്ല, സ്ഥാനമാന ക്ഷോഭമില്ല. പരനോട്ട് നിർഭയനമില്ല, പരിപതിക്കില്ലോ ക്ഷമിക്കമത് ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. വരമൊരു ജഡശക്തരില്ല, പ്രാപ്തി തോന്നു യോഗ്യരില്ല. വരമൊരു ജഡശക്തരില്ല, പ്രാപ്തി തോന്നു യോഗ്യരില്ല. പാർക്കിൽ കുലശ്രേഷ്ഠരല്ല, പഠിച്ചൊടനിക്കൊയ്തു മതി. ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യനിധിയ പരമൻ സഭകരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണ സഖേ, ഭാഗ്യമിത് പ്രാണ സഖേ. പൊതുഗുണ ഭേദ ഓർക്കാറില്ല, പൊന്നിലാശ വൈകാർ. അതെ നിർത്തിക്കേ, അതെ സൈമൺ സാർ എഴുതിയ പാട്ടാ, വേർപാടുകാരുടെ പാട്ടാ. നല്ല പാട്ടാ, പക്ഷെ വേർപാടുകാരെല്ലാം അത് പാലിക്കുന്നുണ്ടോ എന്നുള്ളത് ചിന്തനീയം. നല്ല വരിയാ, സൈമൺ സാർ എഴുതിയതാണ് ആ വരി. നിങ്ങൾ ഞാൻ എൻ്റെ ആ സ്റ്റാൻസ മറന്നുകൊണ്ടാണ് ഷൂപ്പാസെ കൊണ്ട് എടുപ്പിച്ചത്. ആ വരി ഇങ്ങനെ: പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊന്നിലാശ വൈപ്പാറില്ല. പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊന്നിലാശ വൈപ്പാറില്ല. പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊന്നിലാശ വൈപ്പാറില്ല. പൊതുഗുണഭേദം ഓർക്കാറില്ല, പൊന്നിലാശ വൈപ്പാറില്ല.
മതവൈരാഗ്യത്തിൻ പീഡയില്ല, ഗുണമെവർക്കും ഇന്നൊരുപോലെ മതി. ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്, ഭാഗ്യനിധിയാം പരമൻ സഭയ്ക്കരുളിയ ഭാഗ്യമിത്. ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്. നീ ദൈവസഭയ്ക്കകത്ത് വന്നതാണ് എന്റെ ഭാഗ്യം. ഞാൻ എന്റെ ശൈലി പറയാം, നീ പെന്തിക്കോസി വന്നതാണ് നിന്റെ ഭാഗ്യം. അതിനൊരു തർക്കവും ഇല്ല. ചില ആൾക്കാർ പറയാറുണ്ട്, ഞങ്ങൾ ഈ യോഗം വെക്കുന്നത് നിങ്ങൾ ആരും പെന്തിക്കോസി വരാനല്ല, പക്ഷെ നിങ്ങൾ ഇതെല്ലാം ഒന്ന് അല്ലല്ല, നിങ്ങൾ മുഴുവനും പെന്തിക്കോസി വരണം. ഇനി കത്തപ്പെട്ടി മഴയത്ത് കാജുമെല്ലാം മുടക്കി യോഗം വെക്കുന്നത് കേട്ടച്ചല്ലേ നരകത്തിൽ പോകാനാണ്. ഇടത്ത് അകലെ എണ്ണവും പെന്തിക്കോസി വരണം. നിങ്ങൾക്ക് വേറെ പെന്തിക്കോസ് ഇട്ടവല്ലേ, എൻ്റെ കൂടെ വാ. ഇത് പിന്നെ പ്രത്യേക പെന്തിക്കോസാ, നിന്റെ കുഴയൊന്നും നടക്കുകയല്ല. എന്റെ ആഗ്രഹം അതാണ്, സകല എണ്ണവും പെന്തിക്കോസ് വരണം. പൗലോസ് പറഞ്ഞ പദമാ ഞാൻ എടുക്കുന്നത്. ഈ ചങ്ങല ഒഴികെ മുഴുവൻ ആൾക്കാരും എന്നെ പോലാകണമെന്നാ. കാരണം ഞാൻ രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ആത്മനിറവിനെ പ്രാപിച്ച്, വിശ്വസിച്ച്, അനുഭവിച്ച്, വേറുപാട് പാലിച്ച്, തിരുമേശക്കെടുത്ത് അവൻ സഭയോടും ദൈവത്തോടും കൂട്ടായ്മ പുലർത്തി പോകുക. ഈ അനുഭവത്തിൽ നിങ്ങളും വരണം. അതിനായി യോഗം വെച്ചിരിക്കുന്നത്. അല്ലല്ല ഷായിച്ചാന് കാശെല്ലാം കൂടെ വന്ന് കണ്ടമാനം കിടന്ന് തെള്ളി. എന്നാൽ ഈ കാശെല്ലാം കൂടെ രണ്ടുപേരുടെ പെരക്കാത്തിരുന്ന് വെച്ചത് എന്തോ ചെയ്യണം. അന്നേരം ഞാൻ ചെന്നപ്പോൾ ചോദിച്ചു, പാസ് എന്തോ ചെയ്യണം? ഇവിടുത്തെ പാസ് ചെന്ന് ചോദിച്ചു, കുറേ കാശുണ്ട്, എന്നാ ചെയ്യണം? അന്ന് ഞങ്ങൾ രണ്ടുകൂടെ പറഞ്ഞു, നമുക്ക് യോഗം വെക്കാമെന്ന്. ഇത് കാശ് വന്ന് കുത്തലുണ്ടായിട്ട് യോഗം വെച്ചതല്ല. കുടുംബത്തിലുള്ള മുഴുവനെണ്ണവും രക്ഷിക്കപ്പെടണം. നമ്മുടെ ഷായിച്ചാന്റെ വീട്ടുപേരന്നെ ആ ചാത്തമേലുള്ള സകലയെണ്ണവും സ്നാനപ്പെടണം, സകലയെണ്ണവും രക്ഷിക്കപ്പെടണം, സകലയെണ്ണവും ആത്മനിറവിനെ പ്രാപിക്കണം. അടുത്ത കൊല്ലം യോഗം നടത്തില്ല, യോഗം ഒന്നും നടക്കണ്ട. എന്തിനാ ഇങ്ങനെ കൂടെ നടത്തുന്നത്? ഗുണമാകുന്നില്ലേ? ഇവിടെ ഇരിക്കുന്ന എല്ലാവരും രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെടാത്തവർ, ഈ ദേശത്തുള്ള എല്ലാവരും യേശുവിനെ അറിയണം. സകലയെണ്ണവും പെന്തിക്കോസി വരണം. പ്രൈസ് ദ ലോർഡ്. ഞാൻ പറയാനുണ്ട്, ചായ്ച്ച എന്നെ പേടിച്ചോടും. എന്താ പറ്റി ചായ്ച്ച? എന്നെ ഞാനോടത്ത് ഇനി പേടിച്ച ദൈവമേ, അടിയൊക്കെ കിട്ടുകയാണെങ്കിൽ ഞാൻ മൊത്തം ഏറ്റെടുത്തോളാം. ചായ്ച്ചാനകത്ത് കയറി കഥ കടച്ചാൽ മതി. അടി മുഴുവൻ ഞാൻ ഒന്നും പേടിക്കണ്ടേ. അടിയൊക്കെ സകലയെണ്ണവും പെന്തിക്കോസി വരണം. അതിന് ഒറ്റ ഉന്നത്തിലാണ് യോഗം നടത്തുന്നത്. സ്തോത്രം. സകലയെണ്ണവും രക്ഷിക്കപ്പെടണം, സകലയെണ്ണവും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഈ കുടുംബത്തിന്റെ മകമേ പറഞ്ഞ്, പാരമ്പര്യം പറഞ്ഞ് എന്നെ കേൾക്കുന്ന ലൈവിലൊക്കെ ഉള്ളവരോടാ ഞാൻ പത്രോസിന്റെ പിൻഗാമിയാ. ഞാൻ പകലോ മറ്റത്തെയാ, ശങ്കരിപുരിയാ, കാളികാവാ, നിന്റെ കുന്തം. നീ രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ട് യേശുവിനെ അറിയണം. നിന്റെ കുടുംബം ഒന്നും നിന്നെ സ്വർഗത്തിൽ കൊണ്ടുപോകത്തില്ല. ഒരു കുടുംബക്കാര് സ്വർഗം അവസാനം നിന്ന് ചൊല്ലി കൈ കൊണ്ടിങ്ങനെ ആംഗ്യമൊക്കെ കാണിച്ചു പോകുന്നതല്ല. നീ കിടന്ന് കുഴയും. തങ്കമ്മേ നിന്നോട് ദൂറ് പറയുക, ചാക്കോ നിന്നോട് ദൂറ് പറയുക. നീ രക്ഷിക്കപ്പെടണം, യേശുക്രിസ്തുവിനെ അറിയണം. നീ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. അത് യേശു മാതൃക കാണിച്ചു തന്നു. യേശുക്രിസ്തു മാത്രമാണ് അവിടുന്ന് മാത്രമാണ് നിത്യദൈവം. പ്രൈസ് ദ ലോർഡ്. ഇത് ഇന്ന് പറഞ്ഞില്ലേ ഒക്കത്തില്ല. ആണ്ടോടാനക്ക് മുറ്റത്ത് യോഗം നടത്തിയേച്ചേ, കുറെ പേർക്ക് ബിരിയാണിയും കൊടുത്ത് അടിച്ച് മിന്നിയേച്ചേ, ഉദ്ദേശിമാർക്ക് കാശും കൊടുത്ത് നമ്മളും മേടിച്ച് കീശ താത്തേച്ച് പോയാൽ നമ്മൾ കണക്ക് കൊടുക്കണ്ടേ? കണക്ക് കൊടുക്കണ്ടേ? ഇത്ര ഈ മഴയത്ത് ഇത്ര വെള്ളം കുടിക്കുന്നത് കൊടുക്ക്. പെരുമഴ അന്നേരം അങ്ങ് ആകുക. കൊടുക്ക്. ഞാൻ എന്നെ പാട്ട് പാടാം, എല്ലാവർക്കും കൊടുക്കുക. പരമുരുജട ശക്തരില്ല, പ്രാപ്തി തോന്നു യോഗ്യരില്ല. പരമുരുജട ശക്തരില്ല, പാർക്കിൽ കുലശ്രേഷ്ഠരില്ല. പരിചോടനിക്കു തുമധികം ഭാഗ്യമിത്, ഭാഗ്യമിത് പ്രാണസഖേ, ഭാഗ്യമിത്,
ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത് ഭാഗ്യമിതിയാം പരമൻ സഭചരുളിയ ഭാഗ്യമിത് ഭാഗ്യമിതിയാം പരമൻ സഭചരുളിയ ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത് തരമഴുമലങ്കാരമില്ല ദാനമാന ക്ഷോഭമില്ല തരമഴുമലങ്കാരമില്ല ദാനമാന ക്ഷോഭമില്ല അവരനോടെതിർഭയനമില്ല പരിപതിക്കില്ലോ ക്ഷമിക്ക മാത്രം ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത് ഭാഗ്യമിതിയാം പരമൻ സഭചരുളിയ ഭാഗ്യമിത് ഭാഗ്യമിതിയാം പരമൻ സഭചരുളിയ ഭാഗ്യമിത് ഓ ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത് ഭാഗ്യമിത് പ്രാണസഖേ ഭാഗ്യമിത് കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക. ആർക്കൊണ്ട് സകല മനുഷ്യരും ഈ മാർഗത്തിൽ വരണം. അതിനായി പെരുമഴയായിട്ട് ഇവിടെ വന്ന് കുത്തിയിരുന്ന് പ്രാർത്ഥിക്കുന്നത് അവൻ സകലയെണ്ണവും രക്ഷിക്കപ്പെടണം, സകലയെണ്ണവും വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം. ഈ തളിക്കുന്നതും കുടയുന്നതൊന്നും വേറെ വിധത്തിലുള്ളതല്ല. ഈ മാതിലെ തളിച്ചും കുടഞ്ഞും നടക്കരുത്. വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടണം, അതാ ശരിയായ സ്നാനം. തിരുമേശ എടുക്കണം, ആത്മസ്നാനം പ്രാപിക്കണം, അന്യഭാഷ പറഞ്ഞ് ദൈവത്തെ മഹത്വപ്പെടുത്തണം. അന്യഭാഷ പറഞ്ഞത് തങ്കമ്മയോടും ചാക്കോച്ചനോടും അല്ല, ദൈവത്തോടാ. എന്നിട്ട് നീ പറഞ്ഞത് എനിക്ക് മനസ്സിലാകുന്നില്ല, നിന്നോടല്ലല്ലോ പറഞ്ഞത്, നിനക്ക് മനസ്സിലാകാൻ ആണോ? നീ ദൈവമാണോ? ഈ ദൈവത്തോടാ സംസാരിക്കുന്നേ. നിനക്ക് ഗുണവും വരികയില്ല, കാരണം പറയുന്നവന് തന്നെത്താൻ ആത്മീയ വർധന വരുത്തുക. പിന്നെ വ്യാഖ്യാനം ഉണ്ടെങ്കിൽ വ്യാഖ്യാനിച്ചാൽ അന്നേരം പൊതുസഭയ്ക്ക് പ്രയോജനമാണ്. അതിൻ്റെ ഓർഡർ അതാ, അല്ല നിന്നോടൊന്നും അല്ല പറഞ്ഞത്. നിനക്ക് മനസ്സിലാകുന്ന കാര്യം പറഞ്ഞിട്ട് നീ അംഗീകരിക്കുന്നില്ല, പിന്നെ മനസ്സിലാകാത്തത്. മലയാളത്തിൽ ഞാനിപ്പോൾ എത്ര സമയം, നമ്മുടെ സമയം എന്തുവായി? 9. ഇന്ന് ഇച്ചിരി സമയം എടുക്കും. മലയാളത്തിൽ വേറെ പുസ്തകത്തിലെ വാക്യം വായിച്ച് നിന്നോട് പറഞ്ഞിട്ട് നീ അംഗീകരിക്കും, പിന്നെയാണ് മറുഭാഷ പറഞ്ഞ് നീ അംഗീകരിക്കുന്നത്. മറുഭാഷ നിന്നോടല്ല പറഞ്ഞത്, ദൈവത്തോടാ പറഞ്ഞത്. സ്തോത്രം. അസംബ്ലി സെക്കോഡിലുള്ള സകലയെണ്ണോ അഭിഷേകം പ്രാപിക്കണം. നീ ചുമ്മാ ഞായറാഴ്ച വന്ന് കൊടുക്കാനിരിക്കും പോലെ കഥാര ഇരുന്നിങ്ങനെ തട്ട തലയാട്ട് പോലെ അടിച്ച് നിന്റെ ഇടപാട് തീർക്കും. സകലയെണ്ണോ ആത്മാവിൽ ആരാധിക്കണം. ഞാൻ അസംബ്ലി ചൗക്കാട് IPC ഞാൻ അതാ ഇതാന്ന് പറഞ്ഞ നീ വെളച്ചിലെടുക്കരുത്. ഇത് പെന്തിക്കോസാ. നീ പെന്തിക്കോസ് വന്നിച്ച് ബ്രദറം കളിക്കരുത്. ഇത് ബ്രദറല്ല, പെന്തിക്കോസാ. സകലയെണ്ണോ അഭിഷേകം പ്രാപിക്കണം. ആത്മനിറവിൽ ദൈവത്തെ ആരാധിക്കണം. ദൈവാത്മ ശക്തിയിൽ നിറങ്ങണം. അല്ലാതെ ആരാധന വെളിപ്പെടുമ്പോൾ നീ ഇങ്ങനെ ട്രാഫിക് പോലീസിനോട് കൈ കാണിച്ചിരുന്നാ പോരാ. സഭയിലെ മൂപ്പന കുന്തം, അയ്യോ ഇപ്പൊ കുന്തം എന്ന് പറയാൻ മേല, ആത്മാവിലാകണ്ടേ. ഇത് പെന്തിക്കോസാ, ഇത് പെന്തിക്കോസാ. പ്രൈസ് ദി ലോർഡ്. കാശിന്റെ വലിപ്പത്തിലല്ല സഭ ഇത്രയും വന്നത്, ആൾക്കാരുടെ വലിപ്പത്തിൽ വന്നതല്ല. പ്രാർത്ഥിക്കുന്ന, ആരാധിക്കുന്ന, ഉപവസിക്കുന്ന, മുട്ടയിലിരുന്ന ദൈവത്തെ ആരാധിച്ച അവൻ ദൈവമക്കളുടെ പ്രാർത്ഥനയുടെ ശക്തിയാ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ആ ഭാഗം അങ്ങ് വിടുക. 7-ാം അധ്യായത്തിൽ കുടുംബ പ്രശ്നം, 8-ാം അധ്യായത്തിൽ വിഗ്രഹാർപ്പണം തിന്നരുത്, 9-ാം അധ്യായത്തിൽ പൗലോസിന്റെ അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുന്നു. പൗലോസിനെ ആരെ അപ്പോസ്തലനാക്കിയെന്ന്? അപ്പോസ്തലത്വത്തെ ചോദ്യം ചെയ്യുക. 11-ാം അധ്യായത്തിൽ 2 വിഷയമാണ്. ഒന്ന് ഫാഷൻ, 2 തിരുമേശ. 11-1 മുതൽ ഫാഷൻ, ലോകത്തിലെ ഫാഷൻ എല്ലാം സഭയ്ക്കകത്ത് കൊണ്ട് പകർത്തും. അതാ തലേ തുണി ഇടണ്ടേ വേണ്ട, ഏത് വസ്ത്രം ധരിച്ച് വേണേലും ആരാധനയ്ക്ക് വരാം. നമ്മുടെ രച്ചായൻ സഭായത്തിന് വന്ന ബർമുഡ ഇട്ടുണ്ട്. തമാശ പറഞ്ഞതല്ല, അവനെല്ലാം വട്ട, അത് അറിയാൻ മേലേ. അവനെയൊന്നും വിളിച്ചേക്കരുത്.
സഭ എന്നുള്ളത് ഫാഷൻ ഷോ അല്ല. സ്തോത്രം. ഇപ്പൊ സഭയ്ക്കകത്ത് എങ്ങനെ വേണേലും വരാം. പാസ്റ്റർമാരും ചോദിക്കത്തില്ലല്ലോ. ബനിയൻ ഇട്ടോണ്ട് വരാം, അരക്കൈ ഇട്ടോണ്ട് വരാം, മുക്കാ കൈ ഇട്ടോണ്ട് വരാം, കാക്കൈ ഇട്ടോണ്ട് വരാം, കാച്ചട്ട ഇട്ടോണ്ട് വരാം, ടീഷർട്ടും നിക്കറും. അവനാ വർഷിപ്പ്. ജീസസ്. നല്ല ഉന്നമുള്ള പിള്ളേരുടെ ഈ കാക്കത്തറ്റാലി കൊടുക്കണം. നമുക്ക് പിന്നെ പ്രമാണമില്ലല്ലോ. അതിപ്പോ പറയാനും ഒക്കത്തില്ലല്ലോ. പെന്തക്കോസ്തുകാർ കല്യാണത്തിന് ചില പെൺപിള്ളേരെ ഒരുക്കിക്കൊണ്ട് വരുന്ന കണ്ടോ? നമുക്ക് കണ്ണടച്ച് കല്യാണം നടത്തേണ്ട ഗതികേടാ. സുഖത്തിലും ദുഃഖത്തിലും സന്താപത്തിലും സന്തോഷം. ആരോടാ? നിന്റെ കാശിന്റെ പത്രാസും പ്രൗഢിയും കാണിക്കുന്ന സ്ഥലമല്ലെന്നിത്. അല്ല. ഇപ്പൊ പിന്നെ പാസ്റ്റർമാരാണെങ്കിലും എല്ലാവരും അല്ല. ചിലര് എന്റെ പാസ്റ്റർ അതൊന്നും പറയട്ടെ, എങ്ങനെയും ഒന്ന് വരട്ടെ. എടാ, എങ്ങനെയും വരുന്ന സ്ഥലമാണോ സഭ? ഇതിനെ കമ്പത്തിൽ നിന്ന് കാളെ ഇറക്കുകയാണോ ഞായറാഴ്ച ഇറക്കാൻ? സഭ ഉപദേശത്ത് നിൽക്കണം. ഇപ്പൊ എങ്ങനെ വേണല്ലേ സകല ഫാഷനും സഭയ്ക്കകത്തല്ലേ. ചിലര് സൺഡേ വരുന്നത് വസ്ത്രപ്രദർശനം കാണിക്കാനാ. കാശുള്ളവൻ കുറച്ചുകൂടെ കാശുള്ള വസ്ത്രം, കാശ് കുറഞ്ഞവൻ മനുഷ്യനല്ലേ നോക്കുക എടുക്കുകയൊക്കെ ചെയ്യുമെന്ന്. സഹോദരിമാരും ഒക്കെ ഞങ്ങൾ സ്റ്റേജായിരിക്കുമ്പോൾ എപ്പോഴും ഒക്കെ കണ്ണടച്ചിരിക്കല്ലേ, ചിലപ്പോൾ ഒക്കെ നോക്കുകയൊക്കെ ചെയ്യും. എപ്പോഴും അങ്ങനെ കണ്ണടച്ചപ്പോൾ യോഗമെല്ലാം നന്നായിട്ട് നടത്തണ്ടേ. ബട്ടനെങ്ങാനും വന്നിരുന്ന അവൻ തലക്കിട്ടൊരു അടി തരും. അപ്പോൾ കണ്ണടക്കി തുറക്കും. ബട്ടനുണ്ടോ ചട്ടനുണ്ടോ കണ്ണൊക്കെ തുറക്കും. വില കൂടിയ വസ്ത്രം ഇട്ടുകൊണ്ട് വരുമ്പോഴേ ചിലപ്പോൾ മനുഷ്യരല്ലേ ഒന്ന് നോക്കിയൊന്ന് വരും. ചിലർക്കൊരു മനോപ്രയാസം ഉണ്ടാകും. ഞങ്ങൾക്ക് കാശില്ലാത്തതുകൊണ്ടാണല്ലോ. എല്ലാവരും ഒരേ രീതിയിലൊന്ന് വന്ന് വലിയ കുഴപ്പം വരികയല്ല. ആണെന്ന്. അതിനൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ ബഹുമാനിക്കുന്നത് TPM-കാരെയാണ്. നിങ്ങൾക്ക് ഇഷ്ടമല്ല ചിലർക്ക്. അവരുടെ വേലക്കാരൊക്കെ ഇരിക്കുന്നതാണ് എല്ലാം ഒരേ ടൈപ്പ്. ഏതാന്ന് പോലും നമ്മുടെ ഇവിടെയല്ലോ ആ മുഴുത്ത ടൈ ഇട്ടുകൊണ്ട് കെട്ടിയത് ഡാളസിൽ നിന്ന് വന്ന അവർ ആ ചായന. പുക്കിളിന് താഴെ ടൈ, പുക്കിളിന് മേളിൽ ടൈ ഇട്ട് വന്നത് സൗദിയിൽ നിന്ന് വന്ന ബേബിച്ചന. പിന്നെ നെഞ്ചത്ത് ഒരു കോട്ട് ഇട്ടുകൊണ്ട് വന്നത് അത് നോർത്ത് ഇന്ത്യയിലെ കറിയാച്ചൻ. നെഞ്ചത്ത് കോട്ട്. അണ്ടാ സഞ്ചിയായിട്ട് ജിബായി ഒക്കെ ഇട്ടുകൊണ്ട് വന്ന അത് നമ്മുടെ ഇവിടെ നടക്കുന്നൊരു ഉപദേശിയാ. പുള്ളിയാനാ. അയാളെ എല്ലാവരും സഞ്ചി ഉപദേശി എന്നാ വിളിക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോവല്ലോ. നിങ്ങളവരുടെ വേലക്കാരെയൊക്കെ ഒന്ന് നോക്കിക്കേ. ഇത് നമുക്ക് ഒറ്റ നോട്ടത്തിൽ പിടികിട്ട് കക്ഷി എവിടുന്നാ? മണമുണ്ട്. പേർഷ്യ എന്ന് വരുന്ന ഒരു പ്രത്യേക മണം, അമേരിക്ക എന്ന് വരുമ്പോൾ വേറെ പെർഫ്യൂമിൻ്റെയാ. അവിടെ ഞാൻ വിവരിക്കുന്നില്ല. സകല ഫാഷൻ ഇപ്പൊ സഭയ്ക്കകത്ത് കൊണ്ടുവരികയല്ലേ. നടത്തിപ്പുകാർക്ക് ഇത് പറയാനൊക്കെ അല്ല. ഇങ്ങനെ അയോഗ്യമായിട്ട് വരുമ്പോൾ പറയണ കുഞ്ഞ ഈ ഡ്രസ്സ് കൊള്ളുകയല്ല മോനെ, ഇത് നമുക്ക് പറ്റുകയല്ല പറയണ്ടേ? പറയുന്നില്ലല്ലോ. എങ്ങനെ പറയാനാ? എമ്പറാൻ അല്പം കട്ടുപൂച്ച അമ്പലവാസി മൊത്തം കക്കും. തീർത്ത് പറയണ്ടേ കാര്യം. ഞാൻ നിങ്ങൾ ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലല്ലോ ആരും എങ്ങനെ എന്നാ ഇത് എനിക്ക് കാര്യമെല്ലാം പറഞ്ഞു വെച്ച് നേരെ അങ്ങ് പോകണം. സ്തോത്രം. ഇവിടെ സൂചിപ്പിക്കാനൊന്നും ഇവിടെ നേരമില്ല, കാലമധികം ഇല്ലെന്ന്. അതുകൊണ്ടല്ലേ. സ്തോത്രം. നിന്നെ ഏൽപ്പിച്ച ശുശ്രൂഷ വിശ്വസ്തയോടെ ചെയ്ത് നല്ലവനും വിശ്വസ്തനുമായ ദാസനെ എന്നുള്ള വിളി കേൾപ്പാൻ എൻ്റെ സഹപടന്മാരും പ്രിയപ്പെട്ടവരും ഒരുങ്ങണമെന്ന് കർത്താവിന്റെ ദാസൻ എന്നുള്ളതെങ്കിൽ ഇന്ന് രാത്രി അപേക്ഷിക്കുകയും ആജ്ഞാപിക്കുകയും ചെയ്യുക. 11-ാം അധ്യായത്തിൽ ഫാഷൻ, സകല ഫാഷനും സഭയ്ക്കകത്ത് ഏത് വിധത്തിൽ വേണേലും വരാം, എപ്പോ വേണേലും വരാം. ഇഷ്ടമുണ്ടേ തിരുമേശ എടുക്കാം, ഇല്ലേ തിരുമേശ എടുക്കണ്ട. വേണേ കൈയടിക്കാം, വേണേ സ്തുതിക്കണേ സ്തുതിക്കാം, സ്തുതിക്കണ്ടേ സ്തുതിക്കണ്ട. വർഷിപ്പ് കഴിഞ്ഞേച്ച് വേണേ വരാൻ, കഴിയുന്നതിന് മുമ്പ്
വരാം. ഇടയ്ക്ക് വേണേ ചില സഭയ്ക്കകത്ത് നിന്ന് ഇടയ്ക്കിടയ്ക്ക് ഇറങ്ങി പോകുന്നവരെ കണ്ടില്ലേ ആരാധന നടക്കുമ്പം ഇല്ലേ? അത്യാവശ്യം ശങ്കാവിഷയമുള്ള പ്രായമുള്ളവരൊക്കെ ഉണ്ട്. അവരിന്ന് പോയാൽ അത് ന്യായമാണ്. അസുഖമുള്ളവരുണ്ട്, അവർ പോയാൽ ചുമ്മാ ഇരിക്കുന്ന കൊച്ചുങ്ങളെല്ലാം ചുമ്മാ അവിടെ സ്വോത്ര കാഴ്ച കഴിയുമ്പോൾ എല്ലാം കൂടെ മുറ്റത്തിറങ്ങി ഒരു ഗൂഢാലോചന എല്ലാം. ആ പണ്ട് ഞാനൊരു സഭയിൽ ചെന്ന് സ്ഥലമൊന്നും പറയുന്നില്ല. ആദ്യത്തെ ആഴ്ച ചെന്നപ്പോഴേ ഞാനൊന്ന് ചെറുപ്പമാണ് യോഗം നടത്തിയപ്പം ഈ സ്വോത്ര കാഴ്ച കഴിഞ്ഞപ്പോൾ എല്ലാം വെളിയിലിറങ്ങി. ഞാനും 1-2 തള്ളമാരും ഉണ്ട്. അതുങ്ങളാണ് ആവതില്ലാത്തതും. ഞാൻ പിന്നെ വന്ന് വെച്ച് പറഞ്ഞത് ശരിയായ നടപടിയല്ല. ഇതിന് ഇൻ്റർവെല്ലാന്നോ സഭായത്തിനിടെ ആകെ 2.5 മണിക്കൂറുള്ളൂ. അത് തന്നെ ഇവൻ ഞരങ്ങുകയായിരുന്നു. 2.5 മണിക്കൂറേ ഉള്ളൂ. അതിന് 2.5 മണിക്കൂറിനകത്ത് ഇൻ്റർവെല്ല്. ഞാനും കണ്ട് 2 കിലോ നിറഞ്ഞു വെച്ചാൽ ഇവിടുന്ന് പോകുന്നുള്ളെന്ന്. ഞാൻ പിന്നെ വന്നപ്പോൾ പറഞ്ഞത് ശരിയല്ല. അത്യാവശ്യം ആരെങ്കിലും ശാരീരിക ക്ഷീണമോ രോഗികളോ ഒന്ന് പോയാൽ അത് ന്യായം. ഞാൻ ചെറുപ്പമല്ലേ, അവന്മാർ അംഗീകരിച്ചില്ല. പിറ്റേ ആഴ്ച പിന്നെ ഇറങ്ങി. ഞാൻ 1-2 പിള്ളേരെ ചട്ടം കെട്ടി ജെല്ലും കഥവെല്ലാം കുറ്റിയിട്ടാക്കാൻ പറഞ്ഞു. എന്തായാലും 2 കിലോ ഞാനും തീരുമാനിച്ചു. കാരണം എനിക്കൊരു ചെറിയ പെട്ടിയേ ഉള്ളൂ. എപ്പോൾ വേണമെങ്കിലും പോകാൻ ഞാൻ റെഡി ആയിട്ടില്ല. കുറ്റിയിട്ട് പിന്നെ ആരാധന എന്നാന്നൊരു ചെറിയ സബ്ജക്റ്റ് പ്രസംഗിച്ചു. എന്താണ് ആരാധന, ആരെ ആരാധിക്കണം, ആരാധിക്കുമ്പോൾ എങ്ങനെ ആയിരിക്കണം, എനിക്ക് തന്ന കൃപയ്ക്കനുസരിച്ചു. എല്ലാം വെളിയിൽ നിന്ന് ആരും പോയില്ല. കാരണം പാച്ചും കുടയെല്ലാം അകത്തിരിക്കുക. അങ്ങനെ പോകാൻ യോഗം കഴിഞ്ഞു. ഞാനും അവിടെ നിന്ന് പോരാൻ തീരുമാനിച്ച. ഏതായാലും ഇവനെ ഇവൻ ശരിയാണില്ല, ഞാൻ പോകണം. യോഗം കഴിഞ്ഞ ഞാനങ്ങ് താമസിക്കുന്നിടത്തോട്ട് പോയി. പിറ്റേ ആഴ്ച ആരും അങ്ങനെ വലിയ കൊണ്ടാട്ടമൊന്നും വരും. പിറ്റേ ആഴ്ച യോഗത്തിന് ചെന്നു. സ്വോത്രം കഴിഞ്ഞപ്പോൾ ആരും പോയില്ല. ഒരാൾ ചോദിച്ചു, ആരാധനയ്ക്ക് പവിത്രതയില്ലേ? നിനക്ക് തോന്നുമ്പം വരികയും തോന്നുമ്പം പോവുകയും അങ്ങോട്ട് ഓടുകയും ഇങ്ങോട്ട് ഓടുകയും. മനസ്സിലായില്ലേ? പാടില്ല. ദൈവത്തെ ആരാധിക്കുകയല്ലേ. ആ കാര്യത്തിലൊക്കെ ഹൈന്ദവ സ്നേഹിതന്മാരെ നിങ്ങൾ ശ്രദ്ധിച്ചേ. ക്ഷേത്രത്തിൽ ചെന്നാലും ഭക്തിയോടാണ് അവർ നിൽക്കുന്നത്. ദീപാരാധനയുടെ സമയത്ത് വളരെ നട തുറക്കുന്ന സമയത്ത് 2 കൈകളും കൂപ്പി വളരെ ഭക്തിയോടെ. നമ്മുടെ ആൾക്കാർക്ക് പള്ളിക്കകത്തിരുന്ന ഭക്തി ഉണ്ടോ? ബൈബിളിന്റെ പുറത്ത് മൊബൈല്. നിങ്ങൾ ചിലരെ ശ്രദ്ധിച്ചേ, ബൈബിളിന്റെ പുറത്ത് ഇതെല്ലാം കൂടെ തുടച്ചേച്ചു. ആ തൂവാല കൂറമാണ് അതെല്ലാം കൂടെ. സ്തോത്രം. ഇടയ്ക്ക് ഞാൻ ഇത്രയും പറഞ്ഞതേ ഉള്ളൂ. 11-ാം അധ്യായത്തിൽ ഫാഷൻ, പിന്നെ 23 മുതൽ തിരുമേശയുടെ കർക്കശ ഉപദേശം. സ്തോത്രം. 12-ാം അധ്യായത്തിൽ കൃപാവരം നിന്നിട്ടില്ല, ഇപ്പോഴും ഉണ്ട്. നിന്നെന്നൊക്കെ ചിലർ അവിടെ എവിടെയും പറയുന്നുണ്ട്. അവർക്ക് നിന്നായിരിക്കും, നമുക്ക് നിന്നിട്ടില്ല. ഇല്ല, അവർ പറയുന്നത് അന്യഭാഷ നിന്നെന്നാ. കൃപാവരമല്ല, കൃപാവരത്തിൽപ്പെട്ടതില്ലയോ വചനത്തിന്റെ പരിജ്ഞാനം. അപ്പൊ പിന്നെ അത് നിൽക്കണ്ടേ? ഒരുത്തന് ജ്ഞാനത്തിന്റെ വചനം, ഒരുത്തന് പരിജ്ഞാനം, ഒരുത്തന് അന്യഭാഷ. കൃപാവരമെല്ലാം നിന്നെങ്കിൽ അത് നിൽക്കണ്ടേ? അവിടെ വചനം നന്നായിട്ട് പറയുന്നുണ്ടല്ലോ. ഒരു വാക്യം എടുത്ത് 7ആയിട്ട് കീറി അതിനെ പിന്നെ 3ആയിട്ട് കീറി, ആ 3-ൽ-1 8ആയിട്ട് കീറി, കണ്ടമാനം കീറുന്നല്ലോ. പിന്നെ മറുഭാഷ മാത്രമാണ് നിന്ന് പോയേ. എടാ, നിനക്ക് നിന്നായിരിക്കും. പുസ്തകത്തിൽ നിന്നിട്ടില്ല, ഇതുവരെ നിന്നിട്ടില്ല. അവിടുന്ന് പ്രത്യക്ഷനാകുമെന്ന് നിൽക്കും. അതാ 12-ാം അധ്യായത്തിൽ കൃപാവരങ്ങളെ കുറിച്ച് അറിവില്ലാത്തവരായിട്ട് ഇരിക്കരുത്. 13-ാം അധ്യായത്തിൽ ഏറ്റവും ശ്രേഷ്ഠവരം സ്നേഹം. ദൈവസ്നേഹം അത് ഏറ്റവും ശ്രേഷ്ഠവരമാണ്. അതായിരിക്കണം നമ്മുടെ ജീവിതം മുഴുവൻ. ദൈവസ്നേഹം. ആ സ്നേഹത്തിന്റെ പ്രത്യേകത, നമ്മെ സ്നേഹിച്ചില്ലെങ്കിലും നാം സ്നേഹിക്കണം. അതാണ് കാൽവറിയിൽ നടന്നത്. നമുക്കാർക്കും ഈ മാർഗം ഇഷ്ടമല്ല. ആമേ. സുവിശേഷം കേട്ടപ്പോൾ തട്ടി ദൂരെ കളഞ്ഞ് ഓടിപ്പോയതാ. പോയവൻ അതിലെ പോട്ടെന്നും പറഞ്ഞ് യേശു പോയില്ല. നീ പോയതിന്റെ പിന്നാലെ തേടി വന്ന കാൽവറിയിലെ സ്നേഹം, അതാണ് ദൈവസ്നേഹം. അഗാപ്പേ. അഴമരായ്വതിൽ ആരറിവോ 1000 നാവുണ്ടെന്നാലും ഞാനിതു ചൊൽവതിനാൽ
പാപത്തിനാർക്കെള്ളുതോ ഏതു മരം ഉരച്ചിടുവാൻ പാപത്തിനാർക്കെള്ളുതോ സ്നേഹമിതാൽച്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ചോണിതാലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ചോണിതാലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ദൈവ കുഞ്ഞാടെ നിൻ സ്നേഹരസം എന്നകമേ വാടിയോട ഉന്നതനെ സ്തുതി ചെയ്യുവാൻ മണ്ണിലും തീർത്തിടുവാൻ എന്നെ ഒരുക്കണമേ മണ്ണിലും തീർത്തിടുവാൻ എന്നെ ഒരുക്കണമേ സ്നേഹമിതാൽച്ചര്യമേ ഓ അതിശയമേ ഓ അതിശയമേ ചോണിതലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ ചോണിതലേ ഞാനെന്നു പാടുമേ ഈ ദിവ്യ സ്നേഹത്തെ കരമുയർത്തി ദൈവത്തിന് മഹത്വം കൊടുക്കുക 13-ാം അധ്യായത്തിൽ അഗാപ്പെ ദൈവസ്നേഹം ആ സ്നേഹം ഉള്ളത് കൊണ്ടാ ഇന്ന് രാത്രി വായിസോട് പിടിച്ചിരിക്കുന്നത് 14-ാം അധ്യായം കൃപാവരങ്ങൾ വിനിയോഗിക്കേണ്ട വിധം അതിൽ അത്യാവശ്യമാ വിവേചനാവരം വിവരം മറ്റു വരവെല്ലാം ഉണ്ട് പണ്ടൊരാൾ പറഞ്ഞ് വിവരമില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് ആട്ടെ വിവരിക്കുന്നില്ല 15-ാം അധ്യായം ഒറ്റമാക്കി പറയാം ക്രിസ്തുവിൽ മരിച്ചവരുടെ ഉയർപ്പും ജീവനോടിരിക്കുന്നവരുടെ രൂപാന്തരവും അതല്ലേ നമ്മുടെ പ്രത്യാശ 15 ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കും ഈ മർത്യമായത് അമർത്യത്തെയും സ്തോത്രം ധരിക്കുമ്പോൾ മരണം നീങ്ങി പക്ഷെ ഒരുവൻ മരിച്ചവൻ എങ്ങനെ വരുമെന്ന് ഏത് വിധ ശരീരത്തോടെ വരുമെന്ന് ചോദിക്കുന്ന മൂഢ നീ വിതയ്ക്കുന്നത് ചത്തില്ലെങ്കിൽ തനിയെ ഇരിക്കുന്നു ഈ വിതയ്ക്കുന്ന ഗോതമ്പിൻ്റെയോ മറ്റു വല്ലതിൻ്റെയോ മണികൾ എത്ര ദൈവമോ ഓരോന്നിനെ അതതിൻ്റെ ശരീരം കൊടുക്കുക സകല മാംസം ഒരുപോലുള്ള മാംസമല്ല പക്ഷികളുടെ മാംസം വേറെ കന്നുകാലികളുടെ മാംസം വേറെ മത്സ്യങ്ങളുടെ മാംസം വേറെ മൃഗങ്ങളുടെ മാംസം വേറെ ഭൗമ ശരീരമുണ്ട് സ്വർഗീയ ശരീരമുണ്ട് ഭൗമശരീരങ്ങളുടെ തേജസ് വേറെ സ്വർഗീയ ശരീരത്തിൻ്റെ തേജസ് വേറെ സൂര്യൻ്റെ തേജസ് വേറെ ചന്ദ്രൻ്റെ തേജസ് വേറെ നക്ഷത്രങ്ങളുടെ തേജസ് വേറെ നക്ഷത്രവും തമ്മിൽ തേജസ് കൊണ്ട് ഭേദമുണ്ട് മരിച്ചവരുടെ പുനരുത്ഥാനവും ദ്രവത്വത്തിൽ വിതയ്ക്കുന്നു അദ്രവത്വത്തിൽ ഉയർക്കുന്നു അപമാനത്തിൽ വിതയ്ക്കുന്നു തേജസ്സിൽ ഉയർക്കപ്പെടുന്നു പ്രാകൃത ശരീരം വിതയ്ക്കുന്നു ആത്മീക ശരീരം ഉയർക്കുന്നു പ്രാകൃത ശരീരമുണ്ട് ആത്മീയ ശരീരമുണ്ട് ഒന്നാം മനുഷ്യനായ ഒന്നും ഞാൻ വിവരിക്കുന്നില്ല സഹോദരൻ നിങ്ങൾ സമയം പോയതുകൊണ്ട് ഇന്ന് നാളെ യോഗം ഇല്ലല്ലോ എന്നൊരു ആച്ചുണ്ട് സ്തോത്രം രാജ എന്നാ പറഞ്ഞു പോണോ ദൈവത്തിന് മഹത്വം ഈ നമുക്ക് മാത്രം അങ്ങ് വെപ്രാളം ഞാൻ അടിയുടെ നീലംപേര് നീരേറ്റുപുറത്ത് കൺവെൻഷൻ നമ്മുടെ ചന്ദ്രൻ പാസ്റ്റർ അവിടെ നിങ്ങളുടെ അവിടെ കൺവെൻഷൻ അന്ന് കൺവെൻഷൻ 10 മണിക്കാണ് നിർത്തത് അത് കഴിഞ്ഞ് ഞാൻ 11:30 ആയപ്പോൾ ഇവിടെ ഇതിലേക്കൂടെ വന്നപ്പം 11:30 ആ പൊടിയാടിക്ക് എന്തു ആളും കൂട്ടവും ബഹളവും പിള്ളേരുടെ ഭാഷ പറഞ്ഞ ഓളം ഭയങ്കര ആള് ഒരു പ്രശ്നവും ഓളിയും അങ്ങോട്ട് കൂട്ടി ഭയങ്കര പരിപാടി നടത്തുക അല്ല ഒരു രാജ്യത്ത് എങ്ങനെ 2 നിയമം പിന്നെ നമ്മൾ ദൈവമക്കള് നിയമത്തിന് വിധേയപ്പെടുന്നവരായതുകൊണ്ട് അങ്ങ് അത് മുതലാക്കുന്നവരുമുണ്ട് സ്തോത്രം ആട്ടെ ഞാൻ ആ ഭാഗം അങ്ങ് വിടുക 15-ാം അധ്യായത്തിൽ ദൈവമക്കളുടെ ഉയർപ്പും രൂപാന്തരവും 16-ാം അധ്യായത്തിൽ കർത്താവിന് കൊടുക്കുന്ന വിഷയമാണ് 16-ന്റെ 21, 22 വായിച്ചത് നമ്മുടെ കർത്താവ് വരുന്നു യേശു ക്രിസ്തു വരുന്നു എന്തിന് തിരുസഭയെ ചേർക്കാൻ ഞാൻ വാക്യങ്ങൾ എടുപ്പിക്കുന്നില്ല നിങ്ങൾക്കറിയാം അറിയാത്ത ആരെങ്കിലും ദൂരെ ഇരുന്ന് കേൾക്കുന്നെങ്കില യേശു ക്രിസ്തു വരുന്നു എന്തിന് തിരുസഭയെ
ചേർക്കാൻ. അതിന്റെ എബ്രായത്തിൽ വായിക്കുന്നത് എല്ലാരെയും ചേർക്കാനല്ല, തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. യേശുക്രിസ്തു വീണ്ടും വരുന്നത് എല്ലാവരെയും ചേർക്കാനല്ല. മുമ്പേ പറഞ്ഞല്ലോ, രക്ഷിക്കപ്പെട്ട് വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെട്ട് ആത്മസ്നാനം പ്രാപിച്ച് വിശ്വസിച്ച് തിരുമേശയെടുത്ത് വേർപാടും വിശുദ്ധിയും പാർത്ത് ആമെ പാലിച്ച് ജീവിക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ യേശു വരുന്നു. ആ വരവിനായി സകല ആൾക്കാർ ഒരുങ്ങണം. പ്രൈസ് ദി ലോർഡ്. ഇനി എത്രയും അല്പകാലം കഴിഞ്ഞിട്ട് വരുവാനുള്ളവൻ വരും. നമ്മുടെ കർത്താവ് വരുന്നു. അപ്പൊ എന്തിനു വരുന്ന എന്ന് ചോദിച്ചാൽ വിശുദ്ധന്മാരെ ചേർക്കാൻ. ആ വാക്യം ചേപ്പറാലേഖനം അതിന്റെ 9-ാം അധ്യായത്തിന്റെ 28. പെട്ടെന്ന് നിർത്താം. അങ്ങനെ ക്രിസ്തുവും അങ്ങനെ തന്നെ അനേകരുടെ പാപങ്ങളെ ചുമപ്പാൻ ഒരിക്കൽ അർപ്പിക്കപ്പെട്ട് തനിക്കായി കാത്തു നിൽക്കുന്നവരുടെ രക്ഷയ്ക്കായിട്ട് പാപം കൂടാതെ രണ്ടാമതും പ്രത്യക്ഷനാകും. അപ്പോൾ തനിക്കായി കാത്തു നിൽക്കുന്നവരെ രക്ഷിപ്പാൻ യേശുക്രിസ്തു വീണ്ടും വരും. അതാണ് നമ്മുടെ പ്രത്യാശ. കാത്തു നിൽക്കുന്നവരെ എങ്ങനെ അറിയാം? കണ്ടാലറിയാം. കാത്തു നിൽക്കുന്നവരെ കണ്ടാലറിയാം. റെയിൽവേ സ്റ്റേഷനിൽ നിൽക്കുന്നവരെ കണ്ടാലറിയാം. ട്രെയിൻ വരുന്ന നോക്കി ഓൺ അടിക്കുമ്പോഴല്ല അവർക്ക് ശ്രദ്ധയാ. വർത്താനം പറഞ്ഞിരിക്കുമ്പോൾ നിർത്ത് അനൗൺസ് ശ്രദ്ധയാ ഇല്ലേ? കേക്ക വരുമ്പോൾ അല്ലെങ്കിൽ ജയന്തി ജനത വരുമ്പം ശ്രദ്ധിക്കും. ഹോൺ എടുക്കുമ്പോ ബാഗ് എടുക്കടാ പെട്ടെന്ന് ഇല്ലേ? ശ്രദ്ധ കണ്ടാലറിയാം. ചുമ്മാ അതിലെ പിന്നെ റെയിൽവേ പ്ലാറ്റ്ഫോമിൽ കൂടെ നടക്കുന്നവനെ കണ്ടാലും അറിയാം. സഭയ്ക്കകത്ത് ഒത്തിരി പെണ്ണ് ചുമ്മാ നടക്കുന്നുണ്ട്. എന്നാ ഇതിലെ രാവിലെ ചുമ്മാ ഇതിലെ ഒന്ന് പള്ളിയിൽ അടിയുണ്ടാക്കി. എന്നാൽ പിന്നെ എവിടെയെങ്കിലും പോകണല്ലോ നിർത്ത് പ്ലാറ്റ്ഫോം കൂടെ. നീ ചുമ്മാ പ്ലാറ്റ്ഫോം അടിച്ച് നടക്കരുത്. എന്നാൽ ട്രെയിൻ യാത്ര ടിക്കറ്റ് എടുത്ത് റിസർവേഷൻ ടിക്കറ്റ് എടുത്ത് ഡേറ്റും ഒക്കെ അറിഞ്ഞ് രാവിലെ വീട്ടിൽ നിന്ന് ദൈവമക്കൾ അന്നെ പ്രാർത്ഥിച്ചിറങ്ങി ആ റെയിൽവേ അല്പം നേരത്തെ അങ്ങ് ചെല്ലണം. മനസ്സിലായോ? അങ്ങനെ ആണല്ലോ നിങ്ങൾ പോകുന്നത്. നമ്മുടെ ഇവിടെ ഒരു ബഹുമാനപ്പെട്ട ടി ഉണ്ടല്ലോ, നമ്മുടെ പ്ലസൻ സാറ്. എന്ത് ഞാൻ ഒരു മ്ലാനത ഞാൻ പറഞ്ഞ് മനസ്സിലായോ? ഇരിക്കുന്നവരെ കണ്ടാലറിയാം. അവൻ ശബ്ദം കേൾക്കുമ്പോൾ പറയും നിർത്ത് അനൗൺസ് ചെയ്യുന്നത് താമസിച്ചാന്നോ നേരത്തെ ആണോ നമ്മുടെ ട്രെയിനാണോ. ശ്രദ്ധിച്ചിരിക്കണം. ഇല്ല പെണ്ണുങ്ങൾ വിളിച്ച് പറഞ്ഞ് ക്ലിയർ ആകുകയില്ല. മനസ്സിലായോ? എന്തുവാ രണ്ടുപേരും വർത്താനം പറഞ്ഞേ? ആണ്ട് പറഞ്ഞു പ്രസംഗം ചീറ്റിപ്പോയെന്നാന്നോ? പിന്നെ ഏണ്ട് പറഞ്ഞു അവിടെ ഇരുന്നു പോകുന്ന കാര്യമാണ് ഞാനീ പറഞ്ഞേ. കണ്ടാലറിയാവനെ. അപ്പൊ നമ്മുടെ കർത്താവ് വരുന്നു എന്തിന്? തനിക്കായി കാത്തു നിൽക്കുന്ന വിശുദ്ധന്മാരെ ചേർക്കാൻ. സ്തോത്രം. ഏത് സമയത്ത് വരും? അതിന് ആൻസർ ഇത്ര ഉള്ളു, നനയാത്ത നാഴികയിലാ വരുന്നത്. ഒരുങ്ങിയിരുന്നോണം. ഞാനിനി വിശദീകരിക്കുന്നില്ല. എവിടെ വരും? സഭയുടെ ഉൽപ്രാപണത്തിനായി മധ്യാകാശത്തിൽ വെളിപ്പെടും. സ്തോത്രം. വാക്യങ്ങളെല്ലാം എടുത്ത് വായിപ്പിക്കുന്നില്ല. തെസ്സലോനിക്കർക്ക് എഴുതിയ 1-ാം ലേഖനം 4-ാം അധ്യായത്തിന്റെ 13 മുതൽ 18 വരെയുള്ള തിരുവെഴുത്തുകളിൽ വളരെ കർക്കശമായിട്ട് ആ കാര്യം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. വരവിന്റെ അടയാളം. സ്തോത്രം. അതായിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത്. യുദ്ധങ്ങളും യുദ്ധശ്രുതികളും ക്ഷാമങ്ങളും വ്യാധി കെടുതികള് എന്ന് വേണ്ട, ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നതെല്ലാം അവിടുത്തെ വരവിന്റെ തെളിവുകളാണ്. അവിടുന്ന് തിരിച്ചു വരും തിരുസഭയെ ചേർക്കാൻ. ഒരൊറ്റ കാര്യം പറഞ്ഞേച്ചങ്ങ് നിർത്തുക. ലക്ഷണം, വരവിന്റെ ലക്ഷണം. കർത്താവും ശിഷ്യന്മാരും കൂടി ഇരിക്കുമ്പോൾ ശിഷ്യന്മാർ ചോദിച്ചു, ഗുരു നിന്റെ വരവിനും ലോകാവസാനത്തിനും തെളിവെന്നാ ലക്ഷണം? ഇത് മഹത്വപ്രത്യക്ഷതയുടെ കാര്യമാ പറയുന്നെങ്കിലും ആ പദം ഇങ്ങോട്ട് എടുക്കുക. കർത്താവ് പറഞ്ഞു നോഹയുടെ കാലം പോലെ ആയിരിക്കുമെന്ന്. മഹത്വപ്രത്യക്ഷത അവിടുത്തെ വിഷയം 24-ാം അധ്യായം മത്തായി. എങ്കിലും ആ പദം ഞാനിങ്ങോട്ട് എടുക്കുക. നോഹയുടെ കാലം പോലെ. എന്താ നോഹയുടെ കാലത്തിന്റെ പ്രത്യേകത? നിങ്ങൾക്കറിയാം. ഒറ്റ വാക്യം പറയാം. എല്ലാവരും ബോധിച്ച പോലെ നടക്കുന്നു. ബോധിച്ചവരെ തിരഞ്ഞെടുക്കുന്നു. പണ്ടൊക്കെ പെന്തിക്കോസുകാർ കല്യാണം ആലോചിക്കുമ്പോൾ ചോദിക്കാം, ചെറുക്കൻ രക്ഷിക്കപ്പെട്ടതാണ്, ഇടനിലക്കാരനോ ബ്രോക്കറോ പാസ്റ്ററോ ആരെങ്കിലും ആണെങ്കിലേ ഒരു പയ്യനുണ്ടെന്ന് പറഞ്ഞാൽ ഉടനെ വാക്കും പറയല, അവൻ രക്ഷിക്കപ്പെട്ടതാണ്.
ഉടനെ വന്ന പുള്ളി ആണോന്നോ? അയ്യോ, AD മോസസിന്റെ കാലത്ത്. ഉടനെ അടുത്ത ചോദ്യം, അവൻ സ്നാനപ്പെട്ടതാണോ? അയ്യോ, എന്തോ സ്നാനമാ. ആ എറപ്പുഴ പാലത്തെ ആൾക്കാർ ഞാൻ കിടക്കായിരുന്നു അവൻ്റെ സ്നാനം കാണാൻ. എന്തോ ആളായിരുന്നു കല്ലിശ്ശേരി എറപ്പുഴ പാലത്തിൻ്റെ അവിടെ. പിന്നെ തമ്പേറടിച്ച് ഞങ്ങളുടെ ബ്ലസനെ അടിച്ച് പൊട്ടിച്ചു. ഭയങ്കര സ്നാനം. ഇതുപോലൊരു സ്നാനം ഈ ടൗണിൽ. എന്നാലും ഉറപ്പിക്കുകയില്ല. അടുത്ത ചോദ്യം, അവൻ അഭിഷേകം പ്രാപിച്ചാന്നോ? അയ്യോ, അവന്റെ അടുത്ത് പോലും ഇരിക്കാൻ മേല. ഞങ്ങളുടെ കറിയാച്ചനടുത്തിരുന്ന് വാരിയല്ലൊന്നും ഒടിഞ്ഞു അവൻ ആത്മാവിൽ. അത്രയ്ക്ക് അഭിഷേകം. എന്നാലും ഉറപ്പിക്കില്ല. അടുത്ത ചോദ്യം, അവൻ സഭായോഗത്തിന് പോകുമോ? കാരണം അഭിഷേകം പ്രാപിച്ചാൽ ഇങ്ങോട്ട് വരികയില്ല, അവിടെ പ്രാപിച്ച് ഇങ്ങനെ കുലുങ്ങിയിരിക്കുക, സഭ കയറുകയല്ല. ഇപ്പൊ കോവിഡ് ആയതുകൊണ്ട് നല്ല ലാക്ക. എനിക്കായി സങ്കടം. ആരാധന സഭയുടെ കാര്യം പറയുമ്പോൾ എല്ലാം ഭയങ്കര ടൈമിങ്ങും പിന്നെ എന്തുവാ അതിന് പറഞ്ഞേ, പ്രോട്ടോകോള്. ഒരു കല്യാണത്തിന് പോയാൽ നല്ല തീറ്റയും തിന്നും. അത് എത്ര മണിക്കൂർ വേണേലും എടുത്ത്. ആരാധനയുടെ വിഷയം പറയുമ്പോൾ സൂക്ഷം 2:30 ആകുമ്പം ഇവിടെ 9 ആകുമ്പോൾ 12 അല്ലെ 12:30 അല്ലെ അങ്ങേയറ്റം പോയാ 1 മണി. ഭാഷമാർ പ്രയാസപ്പെടുന്നത് ഇത് നിർത്തിയില്ലേ കമ്മിറ്റിക്കാർ ഭാഷ എടുത്ത് ഇണ്ടനടിക്കും. അതാ ഭാഷമാർക്ക് അതാ വെപ്രാളം. അയാൾ വന്ന് എന്നെയും കൂടെ ഇട്ട് കുഴച്ചേച്ചേ. എന്നാ ഈ ഭക്ഷണം തീർച്ചയായും കയറുമ്പോൾ പ്രോട്ടോക്കോൾ വല്ലതും ഉണ്ടോ? ചിക്കൻ തൊടരുത് അങ്ങനെ വല്ലതും ഉണ്ടോ? ഒലത്തറച്ചി തൊട്ട് പോകരുത് ഉണ്ടോ പ്രോട്ടോക്കോള്? എടാ, ഷുഗർ പറ്റിയ അങ്ങനെയുള്ളവനും അങ്ങേയറ്റം പറ്റിയ തള്ള 3 ഐസ്ക്രീം. തള്ളക്ക് 400 ഉണ്ട് ഷുഗർ. നീയുള്ള കുന്തവെല്ലാം കൂടെ തിന്ന് എന്നുവെച്ച വീട്ടിൽ പോയിരുന്നു കുത്തടി ഇനിയും കുത്ത്. ആരാധനയ്ക്ക് മാത്രമാണോ പ്രോട്ടോകോള്? പഞ്ചായത്തിൽ തന്നെ 2 കോഴിയെ കൊട്ടിക്കട്ടെ തലേന്ന് എവിടെ പോയി അട്ടിപ്പേറ് കിടക്കും. എന്നാ ഞാൻ പറഞ്ഞ മനസ്സിലായില്ലേ? പഞ്ചായത്തിൽ നിന്ന് എന്തെങ്കിലും കിട്ടുന്നത് മേടിച്ചോ, കല്യാണത്തിന് പോയി കഴിച്ചോ, ഇതിനൊന്നും ഞാനില്ല. പക്ഷെ അതിലെല്ലാം ഉപരി ആത്മീക വിഷയത്തിനാ പ്രാധാന്യം. പ്രൈസ് ദി ലോർഡ്. ബോധിച്ച പോലെ നടക്കുകയല്ലേ, ബോധിച്ച പോലെ. അതാ രോഗയുടെ കാലം. ബോധിച്ച പോലെ ഇഷ്ടമുള്ളവരെ തെരഞ്ഞെടുക്കുക. അതായിരിക്കും അവൻ അഭിഷേകം പ്രാപിച്ചാന്നോ? പണ്ട് ചോദിക്കും, അയ്യോ അവൻ്റെ അടുത്ത് പോലും ഇരിക്കാൻ. അവൻ സഭായത്തിന് വരുമോ? അയ്യോ വരുമോന്നോ? അവൻ ആ ഹോള് തുറക്കുന്നതും ഹോള് പൂട്ടുന്നവരിപ്പം മിക്കടുത്തുമുണ്ട്. അടുത്ത ചോദ്യം, അവൻ തിരുമേശ എടുക്കുമോ? പണ്ടങ്ങനെ ചോദിക്കും, അവൻ തിരുമേശ അന്നേരം എടുക്കുവോന്നോ? അയ്യോ എടുക്കുകയും ചെയ്യും. ബാക്കി വരുന്ന മുഴുവൻ അവനാ കുടിക്കുന്നത്. അവിടെ നിന്നങ്ങ് തച്ചിന്. എന്നാലും ഉറപ്പിക്കത്തില്ല. പണ്ടത്തെ അപ്പന്മാർ ചോദിക്കും, അവൻ ദശാംശം കൊടുക്കുവോ? അല്ല, ഇത് മുഴുവൻ കുടിച്ചേച്ച് നെടുക്കാൻ നടക്കുകയാണോ? അവൻ സഭയ്ക്ക് പ്രയോജനം ഉണ്ടോന്നേ, കിട്ടുന്നതിന്റെ പ്രകാരം ദൈവനാമത്തിൽ ചെയ്യുന്നവനാന്നോ? ആ കാര്യത്തിൽ ഞാൻ ചായ്ച്ചാനെ ബഹുമാനിക്കുന്നത്. ദൈവം അനുഗ്രഹിക്കട്ടെ, അന്തതിയെ അനുഗ്രഹിക്കട്ടെ, ഒരു ദോഷവും വരികയല്ല. ഈ മഴയും പ്രയാസമുള്ളപ്പോൾ യോഗം ഇങ്ങനെ നടത്തിയില്ലേ, ദൈവം അനുഗ്രഹിക്കട്ടെ. എങ്ങനെയും ഒരെണ്ണം രക്ഷിക്കപ്പെടണം എന്നുള്ള ചിന്തയോടാ ദൈവം പ്രതിഫലം തരും. നമ്മളിപ്പം 3 ദിവസം വിതയ്ക്ക് കിളുക്കുമെന്ന് ഒരു തർക്കവുമില്ല, കിളുക്കും. ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ചവരോടെല്ലാം പറയാ കിളുക്കും, ഇത് ഫലം കായ്ക്കും. ഇതിന്റെ മുമ്പിൽ അധ്വാനിച്ച സഭയോട് പറയാ ഇതിന് ഫലമുണ്ട്. ചെങ്ങന്നൂർ ടൗൺ സഭയോട് പറയാ ഫലമുണ്ട്. ശുശ്രൂഷകനോട് പറയാ ഫലമുണ്ട്. അധ്വാനിച്ച് പ്രാർത്ഥിച്ചവരോട് പറയാ ഫലമുണ്ട്. ഇത് വൃഥാവല്ല. പ്രൈസ് ദി ലോർഡ്. അവൻ നോഗയുടെ കാലം ബോധിച്ച പോലെ നടക്കുക. ഒത്തിരി അവിടെ നിന്ന് പറയണം. അതിൽ പ്രധാനപ്പെട്ടൊരു കാര്യം, നോഗയുടെ കാലത്തെ നിങ്ങൾ ആ അധ്യായം പഠിച്ചാൽ അറിയാം. 4-ാം അധ്യായത്തിന്റെ 24-25 വാക്യം പഠിക്കുമ്പോൾ, ഹാവേല് മരിച്ചു കഴിഞ്ഞപ്പോൾ ആദമിന് ഒരു കുഞ്ഞ് ജനിച്ചു, ഷേത്തിന് ഒരു മകൻ ജനിച്ചു, ഏനോശ്. അവന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. അങ്ങനെ എഴുതിയേക്കുന്ന 4-ാം അധ്യായത്തിന്റെ ഒടുവിലത്തെ വാക്യം 5-ാം അധ്യായത്തിന്റെ തൊട്ട് മേളിൽ ഒരു ചെറിയ കണ്ണികയുണ്ട്. പുസ്തകമെല്ലാം അടച്ചു വെച്ചു, പെട്ടെന്ന് വായിര്.
ആ അമ്മയ്ക്ക് ഇത് ആദ്യം വല്ലൊന്ന് വായിച്ചു തന്നിരുന്നേലോ. നിങ്ങൾ അമ്മയോട് ധാരണ വന്നതാ. അമ്മ ഒടുക്കം വായിച്ച് നിർത്തിക്കോണം. ആദ്യത്തെ കളവല്ല ഞാൻ. അതാ എന്നാലും അമ്മയും മോനും കൊള്ളാം കേട്ടോ. ദൈവം അനുഗ്രഹിക്കട്ടെ. അക്കാലത്തായി യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ഏത് കാലത്ത്? ഏനോശിന്റെ കാലത്ത് ഭയങ്കര ആരാധന. ഏനോശിന്റെ കാലത്ത് ആരാധന തുടങ്ങി. നേരത്തെ രണ്ടുപേരെ ആരാധിച്ചൊരുത്തനൊരുത്തനെ കൊന്നു. ഇപ്പൊ ഏനോശിന്റെ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. എല്ലായിടത്തും ആരാധനയല്ലേ, പ്രൈസ് ആൻഡ് വർഷിപ്പ്. ഞാനതിന് എതിരൊന്നും പറയുന്നില്ല. എല്ലായിടത്തും അങ്ങ് ആരാധന. ആട്ടെ, നല്ല കാര്യം. അവിടെ ആരാധന, ഇവിടെ ആരാധന. ആ ടർഷന്റെ മണ്ടേ ആരാധന, അപ്പുറ ബിൽഡിങ്ങിൽ ഇവിടെ ആരാധന, അവിടെ ആരാധന. പേർഷ്യൻ രാജ്യത്തിലൊക്കെ ചെന്ന ആണ്ടച്ചാൻ നിങ്ങൾക്കൊക്കെ അറിയാം, ഓരോ മുറിക്കകത്തും ചിലത് തെറ്റിക്കേറിയിട്ടുണ്ട്. തെറ്റിക്കേറിയെന്ന് ഇതെല്ലാം തമ്പാരടിച്ച് കിടന്ന് ബഹളം ഉണ്ടാക്കുക. ഏതാന്ന് നമ്മള് പിന്നെ തെറ്റിക്കയറുമ്പോൾ ചെല്ലുമ്പോ ഇവിടെ അപ്പുറത്തേനകത്ത്. അന്നേരം ഒരാൾ പറഞ്ഞു, ഇവിടെ ഇച്ചിരി പറഞ്ഞേച്ച് അങ്ങോട്ട് പോകാൻ. ഞാൻ പറഞ്ഞാൽ നിങ്ങൾ അങ്ങോട്ട് അവിടെ പറയാം, ഒന്നിച്ചങ്ങ് പറയാമല്ലോ. എല്ലായിടത്തും ആരാധനയല്ലേ, അത് നല്ലതാ. ഏനോശിന്റെ കാലത്ത് ആരാധന, യഹോവയുടെ നാമത്തിൽ ആരാധന, മുഴുവൻ ആരാധന, നല്ല കാര്യം. പക്ഷെ ആരാധന ഒരു വശത്ത് നടക്കുമ്പോഴും ബോധിച്ച പോലെ നടക്കുക. ആരാധന കഴിഞ്ഞ് ഈ പ്രൈസ് ആൻഡ് വർഷിപ്പിന്റെ 2-3 മണിക്കൂറേ ഉള്ളു കൃപ. ഇത് കഴിഞ്ഞ് പ്രൈസ് ആൻഡ് വർഷിപ്പുകാരി പലരും, എല്ലാവരുടെയും കാര്യമല്ല, പലരും വർഷിപ്പ് ലീഡർമാർ എല്ലാവരുമല്ല, പലരും പ്രസംഗിക്കുന്നവർ എല്ലാവരുമല്ല, പലരും പിന്നെ 3 മണിക്കൂർ കഴിഞ്ഞ് ബോധിച്ച പോലെ നടക്കുക. ആരാധനയ്ക്ക് ഒരു കുറവും. പിന്നെ ടൈം ആകുമ്പോൾ വരും. ഇപ്പോൾ ബ്ലസ്സൻ നിങ്ങൾക്കായിട്ടൊരു പാട്ട്, നിങ്ങൾക്കായിട്ടൊന്നും പാടണ്ട, നീ ദൈവത്തിന് പാടിയാൽ മതി. അവൻ വന്ന് നമ്മക്കായിട്ടൊരു പാട്ട്. നമുക്ക് എന്തിനാ പാടും? നമുക്ക് പാട്ടൊന്നും വേണ്ട, ദൈവത്തിനാ പാടും. ഞാൻ എൻ്റെ പ്രിയതമന് അവൻ്റെ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് പ്രിയൻ്റെ പാട്ട് പാടും. എൻ്റെ പ്രിയതമന് ഏറ്റവും ഫലവത്തായ കുന്നിന്മേൽ മുന്തിരിത്തോട്ടം കർത്താവിന് വേണ്ടി പാടണം. അടുത്ത സമയത്ത് ഒരു പാട്ട് എന്നാ പറയാനാണ്, എന്നാ പറയാനാ? ഞാനിപ്പോൾ അതൊക്കെ ചിന്തിച്ചിരിക്കുക. എന്നാ പറയാൻ, എന്നാ പറയാൻ? എനിക്ക് പറയാനുള്ളത് കർത്താവിൻ്റെ വരവിനായിട്ട് ഒരുക്കുകയാണ്. അപ്പൊ ഈ ആരാധനയുടെ സമയത്ത് ഭയങ്കര അന്തരീക്ഷമാണ്. ചില പറഞ്ഞ സാന്നിധ്യം, ചില പറയും എന്തെന്നില്ലാത്തൊരു സാന്നിധ്യം. ഓ, ഇവൻ ചുമ്മാ നിന്നങ്ങ് വെട്ടുക. എടാ, നിനക്ക് വാദപ്പനി ഉണ്ടതാ, നീ ഉമ്മ എന്ന് കൂടെ. ഭയങ്കര ആരാധന. ആരാധന കഴിഞ്ഞ് വെച്ച് ബോധിച്ച പോലെ നടക്കുക. വാചങ്ങളൊക്കെ ഒരുത്തന ലാമേക്ക്, അവൻ 2 പെണ്ണുങ്ങളുമായിട്ടാണ് നടക്കുന്നത്. ഒരുത്തിയുടെ പേര് ആദ, മറ്റവരുടെ പേര് സില്ല. 2 സിസ്റ്റേഴ്സ്. അവൻ മെഡിൽ, ബോധിച്ച പോലെ. അപ്പൊ അതിന് പിള്ളേരുണ്ട്. ഒരുത്തൻ ഗുണ്ടായുസം, ചെമ്പ് കൊണ്ട് ഇരുമ്പ് കൊണ്ടും ആയുധം. അവനും സഭയ്ക്കകത്തുണ്ട്. അവന്റെ ഇടികട്ട നെഞ്ചക്ക് വടിവാള്. അവൻ സഭയിൽ വന്നേക്കുക. നോഹയുടെ കാലവാ. സഭയ്ക്കകത്ത് വരുന്ന എല്ലാവരും ഒന്നും വേറെ പുസ്തകമായിട്ടല്ല, കത്തിയായിട്ട് വരുന്നവനുണ്ട്. പള്ള കയറ്റും, സൂക്ഷിച്ചു വേണം എല്ലാവരും. എനിക്കിതൊന്നും വഴിയല്ല, നീ പള്ള കയറ്റുവോ പടലിക്ക് കയറ്റുവോ വെക്കടാ. ഗുണ്ടായുസം, പിന്നെ ഇൻസ്ട്രുമെന്റ്സ്, വേണവും കിന്നരവും ഒക്കെ നന്നായിട്ട്. അതുകൊണ്ട് ഇത്ര ഇൻസ്ട്രുമെന്റ്സ് ഈ സഭയ്ക്കകത്ത് നിങ്ങൾ ചെത്തിച്ച്, ഇതെല്ലാം നല്ലതാ. പക്ഷെ ഇതെല്ലാം പാട്ടിന് കീഴേ നിൽക്കാവും. അതായത് സംഗീതക്കാർ മുൻപിൽ, വീണക്കാർ പിൻപിൽ. ഇതാണ് വേറെ പുസ്തകത്തിന്റെ പ്രമാണം. അല്ലാതെ എടുത്ത് ചില കൺവെൻഷനൊക്കെ ചെയ്ത് ഏത് പാട്ടാന്ന് പോലും ഞാൻ അവിടെ നിന്ന് ശ്രദ്ധിച്ചു. നിങ്ങൾ പാടുന്ന പാട്ട് എനിക്ക് മനസ്സിലായി. ചേർത്ത് എന്നാ ഏത് പാട്ടാന്ന് പോലും പാട്ട് മനസ്സിലാകണം. എന്നതായി പാടി വെക്കുന്നതെന്ന് അറിയണ്ടേ? സംഗീതക്കാർ മുൻപിൽ, വീണക്കാർ അതിന്റെ പിൻപിൽ. അതാ വേറെ പുസ്തകത്തിലെ പ്രമാണം. അതിലൊക്കെ നല്ല, അവർക്ക് പ്രമാണം അറിയാവോ എന്നറിയില്ല. പക്ഷേ ഞാൻ കഴിഞ്ഞ ദിവസം പ്രസംഗിച്ചു, തെറ്റിദ്ധരിക്കരുത്. യേശുദാസ് ഏത് കച്ചേരി നടത്തിയാലും എവിടെ പാടിയാലും നമുക്ക് എഴുതിയെടുക്കാം ആ വരി. നമ്മുടെ ആൾക്കാർ പാടിയാലോ ഏത് പാട്ടാ
ഒന്നേ പാട്ട് തെറ്റിയില്ലേ കൊണ്ട് നമ്മൾ ആത്മാവിൽ നിറയും. കൊണ്ട് ഇതെല്ലാം കൂടെ ഓളിവെല്ലാം കൂടെ കൂട്ടി. ഇതാണോ ആരാധന? പണ്ട് ചെന്നാട്ട് യോർച്ചാൻ ചോദിക്കുമായിരുന്നു, നമ്മുടെ ചെങ്ങന്നൂര് ചെന്നാട്ട് യോർച്ചാൻ, അനീഷ ഇതാണോ ആരാധന? സ്തോത്രം. ബോധിച്ച പോലെ നടക്കുന്നു, വേണമെങ്കിൽ നിലവ് നന്നായിട്ട് പ്രയോഗിക്കുന്നു, ഗുണ്ടായിസം, പിന്നെ ടെന്റ് അടിക്കുന്നു. അതാ കൂടാരവാസികൾക്ക് പശുപാലകന്മാർക്കും 2 ഭാര്യയായിട്ട് ഒരുത്തം നടക്കുന്നു. ചിലർ ബോധിച്ച പോലെ നടക്കുന്നു, ഭയങ്കര ആരാധന. ഇതാ നോഹയുടെ കാലം. 3 മണിക്കൂർ വർഷിപ്പ്, ബാക്കി 21 മണിക്കൂർ ബോധിച്ച പോലെ. സംഭവിച്ചതും അറിയാമല്ലോ. അവസാനം വിവരിക്കുന്നില്ല. പെട്ടകം പണിതു, വെള്ളപ്പൊക്കം വരാൻ പോവുക. 300 മുഴം നീരം, 50 മുഴം ഉയരം, 30 മുഴം ഉയരം, 50 മുഴം വീതി പെട്ടകം. കയറാൻ പറഞ്ഞു. നോഹ പ്രസംഗിച്ച് എല്ലാവരും ഒന്നും കയറിയില്ല. 8 പേര്, നോഹയും നോഹയുടെ ഭാര്യയും 3 ആൺപിള്ളേരും. അവരുടെ സൈമൺ സാർ കൊടുത്തിരിക്കുന്ന നോഹിന്റെ തനകരാം യാപത്തും ക്ഷേമം ഹാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഹിന്റെ പക്കനിയും. അതുങ്ങളെല്ലാം 8 എണ്ണം. പിന്നെ ഇഴജാതിയല്ല മൃഗജാതിയെല്ലാം കയറി. വീടിന് കാവം നിൽക്കും കുക്കുരം. പട്ടിയകത്ത് കയറി. പട്ടി കയറിയിട്ട് പോലും പാപ്പച്ചൻ കയറിയില്ല. പാപ്പച്ചനെക്കാളും നല്ലത് പട്ടി തന്നെ. പട്ടി അകത്ത് കയറിയെന്ന് പെട്ടകത്തിനകത്ത്. പാപ്പ നീ ഇപ്പോഴും വെളിയിൽ കൂടെ കിടക്കുക. ഇന്ന് രാത്രി പെട്ടകത്തിന്റെ വാതിൽ തുറന്നിട്ടിരിക്കുക, നിനക്ക് അകത്ത് കയറാം. വീടിന് കാവം നിൽക്കും കുക്കുരം, പട്ടി. വീടിന് കാവം നിൽക്കും കുക്കുരം, മാർജരങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ ഇത്യാദിയും. കാട്ടിലെ മൃഗങ്ങളാം കേസരി, സിംഹം ഇതിനകത്ത് കയറി. കാട്ടിലെ മൃഗങ്ങളാം കേസരി, ദന്താവളം, കാട്ടുപോത്തുക്കൾ, കരിമ്പുലിക്കോലവും ശ്രീലവും ശാർദൂലശീലമാം പുള്ളിപ്പുലിജാലവും, അർത്യമർത്യ രൂപികൾ തുള്ളിയോടിന് പുള്ളിമാനോട് മുള്ളം പന്നി അകത്ത് കയറി. അർത്യമർത്യ രൂപികൾ തുള്ളിയോടിടും മുള്ളൻ പന്നി. വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി അകത്ത് കയറി. എന്നുവെച്ചാൽ കത്രീന കയറിയില്ലല്ലോ. കത്രീന കരിമന്തി അകത്ത് കയറിയെന്ന്. വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി. ആളുങ്ക് അണ്ണിപ്പിള്ള എന്ന് ഓന്ത് പറയണയല്ല അകത്ത് കയറി. ആളുങ്കു അണ്ണിപ്പിള്ള. അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ, തത്തകൾ പലതരം, ഞാറകൾ, കുളക്കോടി, നത്തോട്, പൊന്മാൻ, മരം കൊത്തിയും വേഴാമ്പലും. ശ്രുതി കിട്ടത് നന്നായി. ഏതായാലും നിങ്ങൾ ഇന്ന് എന്നെ പള്ളു പറയുമെന്നറിയാം. അയാൾക്ക് അല്ലേലും ബോധമുള്ളവനല്ല. അയാൾക്ക് ഇത്രയും സമയം എടുക്കേണ്ട ഒരു കാര്യവും. ആരേലും നിങ്ങളെ തല്ലുകാന്നെ മുഴുവൻ തല്ല് ഞാൻ ഏറ്റെടുത്തോളാം. പണ്ടൊരു അമ്മച്ചി പറഞ്ഞ പോലെ, അത് ഞാൻ ഏറ്റെടുത്തെന്ന് പറഞ്ഞ പോലെ അത് മുഴുവൻ ഞാൻ ഏറ്റെടുക്കുക. ഞാൻ പറയാം, നാളെ ഒരു അവസരം കിട്ടുമെന്ന് ആരറിഞ്ഞു. നീ ഇന്ന് രാത്രി തിന്നേച്ച് കിടക്കാൻ നേരം വെളുത്ത് എഴുന്നേറ്റില്ലല്ലോ. സ്തോത്രം. ആ കിടപ്പ് കിടക്കുകയാണല്ലോ. ഒന്നുമില്ല, ഞങ്ങൾക്കും വന്ന് പറയാം മുഴുവൻ സമയം ഇരുന്നേച്ചായി കിടപ്പ് കിടക്കുന്നെന്ന്. ഞാനിപ്പോൾ ഇത് കഴിഞ്ഞേച്ച് വേറൊരു മരണ വീട്ടിലോട്ട് പോവാ. രാത്രി അവിടെ നിന്ന് പാട്ട് പാടാൻ പോവാ. അല്ല ഇന്നേച്ച് കിടക്കാനൊന്നും പോവല്ല. അല്ലല്ല, രാത്രി ഇത് കഴിഞ്ഞേച്ച് മരണ വീട്ടിലോട്ട് പോവുക. അവിടെ ഞാൻ വിളിച്ച് പറഞ്ഞു, ഞാൻ വരുമെന്ന് പറഞ്ഞു. ഒരു 12:30 1 മണിയാകുമ്പോൾ പോകും. വരുമല്ലോ, ഞങ്ങൾ രണ്ടും പോകും. ചീനും കൂടെ വരണം. കല്യാണം ഒന്നും കഴിച്ചാലല്ലേ ബാ. നീ അതിലെല്ലാം വെട്ടിയാറ് വരിക, പാടത്തെ കൂടെ എല്ലാം നടക്കാറ്. ഇത് കഴിഞ്ഞേച്ച് പോകുമെന്ന്. ശുശ്രൂഷയല്ലേ എടാ. മരണം വരെ ഇതാ പരിപാടി, വേറെ പരിപാടിയൊന്നുമില്ല. അത് കഴിഞ്ഞേച്ച് നാളെ വെളുപ്പിന് കോഴിക്കോട് പോവുക. ഞാൻ എൻ്റെ യാത്രാവിവരണം പറയാൻ വന്നതല്ല. ഇത് തന്നെ പരിപാടി. പ്രതിഫലം അവിടെ ചെല്ലുമ്പോഴാ അങ്ങ് ആ പ്രതിഫലം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അല്പസമയം പോയെന്ന് എനിക്കറിയാം. മിക്കവാറും ഇനി ഉടനെ ഒരു യോഗ ഇതുപോലെ നടക്കുമെന്നും. അതുകൊണ്ടാണ് തീർത്ത് കാര്യം പറഞ്ഞ് എനിക്കും പോകാം, നിങ്ങൾക്കും പോകാം. ഗുണമാകുന്ന ഒരു ഗുണമാകട്ടെ. അപ്പൊ ഈ പെട്ടകത്തിനകത്ത് കയറി. ആരാധനക്കാരില്ല, എല്ലാവരും ഒന്നും കയറിയില്ല. 8 പേരെ കയറിയുള്ളൂ. ബാക്കി മൃഗങ്ങളെല്ലാം കയറി. നോഹിന്റെ തനകരാം യാപത്തും ജേമും കാമും മോഹനഗാത്രികളാം അവർ തൻ ഭാര്യമാരും നോഹിന്റെ ഭഗ്നിയും. വീടിന് കാവം നിൽക്കും കുക്കുരം. വീടിന് കാവം നിൽക്കും കുക്കുരം, മാർജരങ്ങൾ, ആടുമാടുകൾ, കന്നുകാലികൾ ഇത്യാദിയും.
കാട്ടിലെ മൃഗങ്ങളാം കേസരി ദന്താവളം കാട്ടുപോത്തുക്കൾ കരിമ്പുലി കോലവും ശാതൂലശീലമാം പുള്ളി പുലിയാലവും അർത്യമർത്യ രൂപികൾ തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളം പന്നി. അർത്യമർത്യ രൂപികൾ തുള്ളിയോടിടും പുള്ളിമാനോടും മുള്ളൻ പന്നി വള്ളിമേ കമ്പക്കളി നടത്തും കരിമന്തി അളുങ്ക അണ്ണിപ്പിള്ള അളുങ്കു അണ്ണിപ്പിള്ള അരണ്യത്തിൽ ഒളിഞ്ഞു നടക്കുന്ന ജീവികൾ തത്തകൾ പലതരം ഞാറകൾ കുളക്കോടി നത്തോട് പൊന്മാൻ മരം കൊത്തിയും വേഴാമ്പലും ഇത്യാദി പക്ഷികളും ഇതര ജീവി വർഗവും ഒക്കെയും ബോധം പെട്ടകം മനുഷ്യർ രണ്ടെണ്ണം കയറി. ബാക്കി മൃഗജാതി ഇടജാതി പറവജാതിയും കയറി. ജലജാതി കയറി കാരണം വെള്ളമാണല്ലോ. ദൈവം തമ്പുരാമെന്ന് പെട്ടകത്തിന്റെ വാതിലടച്ചു. ഉപദേശി പ്രസംഗിച്ചപ്പോ കൊച്ചുങ്ങള് യൂത്ത് എല്ലാം കൂടെ പുള്ളിയെ കളിയാക്കി. നോകയപ്പച്ചനെ പോഷനാണ് ഇയാൾ, അയ്യോ തലയ്ക്ക് സ്ക്രൂ അയ്യോ, എന്നെ പറ്റി അതാ അയാൾക്ക് വട്ടാടാന്ന് പറയുന്നത്. നീ പറ, നീ വെള്ളം കുടിച്ചതിന്റെ പള്ള വീർക്കുമ്പോ നീ ഓർക്കും വട്ടാണോ കിട്ടാണോ എന്ന്. ഒരുത്തൻ പറയാ ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ് പുള്ളിക്ക്. ഉറക്കം വന്നില്ല, അതിന്റെ ആയി ഇളക്കം. ഉറക്കക്കുറവ് മൂലം വന്ന കറക്കമാണ്. അതുകൊണ്ട് 1-2 ആവർത്തി എണ്ണ തേച്ച് കുളിച്ചാൽ ചാറുപറ പറയുന്നത് കുറയും. കണ്ടമർത്തിയരോടെല്ലാം മുങ്ങിച്ചാകുമെന്ന് ഞാൻ തൊണ്ട വെണ്ടുളറിനാൽ ഉണ്ടാമോ ജലപ്ലാവം. മണ്ടയിൽ തലച്ചോറ് വേണ്ടേ മനുഷ്യനായാൽ കുണ്ടാമണ്ടി വല്ലതും ഉണ്ടാകും മിണ്ടാതിനി. നോകയ്ക്ക് ഇത് വിഷയമല്ല. നോക നെടുക പ്രസംഗിച്ചു. 8 പേരകത്ത് കയറി. മൃഗജാതി ഇഴജാതിയും പറവജാതിയും കയറി. ജലജാതി വെള്ളത്തിലുമുണ്ട്. ദൈവം തമ്പുരാമെന്ന് വാതിലങ്ങടച്ചു. വാതിലടച്ചപ്പോ അടിയിലത്തെ ഉറവ തുറന്നു. ആ വെള്ളം ട്രിറന്ന് മേളിലോട്ട്, മേളിലത്തെ ഉറവ അങ്ങ് മാറ്റി ട്രിറന്ന് കീഴോട്ടും. അപ്പം മുമ്പേ പറഞ്ഞ പാപ്പച്ചനും ചാക്കോച്ചനും എന്നാണ് പാപ്പച്ച കാലയിലൊരു തണുപ്പ് നോക്കുമ്പോ വെള്ളം യോടി ചാടി തിന്നേക്കറിയപ്പം വെള്ളം തിണ്ണയിലോട്ട് വന്ന് 2018 തിണ്ണ വെള്ളം കയറിയപ്പം സ്റ്റെയർ കേസിന്റെ എവിടോട്ട് അകത്ത് സ്റ്റെയർ കേസ്. അന്നേരം നാടറ പിന്നെയും പൊങ്ങി വരുന്നു. നേരെ ടെറസിന്റെ മണ്ടേ. അന്നേരം ഹെലികോപ്റ്റർ വന്ന് തള്ളേനെയും പൊക്കിക്കൊണ്ട് പോയി. മനസ്സിലാകുന്നുണ്ടാവല്ലോ, തമ്പുരാനാ തുറന്നേക്കുന്നത്. 4-ാം അധ്യായത്തിൽ എല്ലാവരും ആരാധിച്ചെന്നാ. അകത്ത് കയറിയത് 8 പേര്. പ്രമാണം കാത്ത ക്രമത്തിൽ പെട്ടകം പണന്ന് പ്രമാണം കാത്ത 8 എണ്ണം അകത്ത്. ബാക്കി ആരാധിച്ചവരല്ല എന്തിയെ ആണ്ട വെള്ളം കുടിച്ച് അത്ത് മലന്ന് നടക്കുന്നു. ഇത് മനുഷ്യപുത്രന്റെ വരവി സംഭവിക്കും എന്ന് പറഞ്ഞ ഈ ചാട്ടവും തുള്ളലും ബഹളവും ഓളോ ഒച്ചയൊക്കെ പ്രമാണത്തിൽ നിന്നില്ലെങ്കിൽ സകല എണ്ണവും തീരും. എന്ന പ്രമാണം കാത്ത് വിശുദ്ധിയുടെ ഉപദേശം കാത്ത് വചനപ്രകാരം ജീവിക്കുന്നവൻ ഇതിനകത്ത് കയറി രക്ഷപ്പെടും. യേശു വരാറായി. ആരും കൈവിടപ്പെട്ടു പോകരുത്. ആ പെട്ടകത്തിന്റെ വാതിലടയ്ക്കുക. ഇന്ന് രാത്രി സുപ്രസാദകാലമായ രക്ഷാദിവസമാ. യേശുവിനെ രക്ഷിതാവായി സ്വീകരിക്കുക. ആ പടയ പാട്ടിന്റെ 2 ചരണങ്ങൾ പാടി ഇന്ന് രാത്രി നമുക്ക് വരിക. തീരാത്ത പാപം വ്യാധികയും മാറാത്ത എല്ലാ ബലഹീനമോ തീരാത്ത പാപം കൈയടിച്ച് മാറാത്ത എല്ലാ ബലഹീനമോ ഓരോ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കിയ അടിപ്പിണരാൽ ഓരോ കുരിശിൽ ചുമന്നു നിന്നെ സൗഖ്യമാക്കിയ അടിപ്പിണരോ വരുവീരി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു. വരുവീ നീ നല്ല സമയം കൈയടിച്ച് ചേർന്ന് യേശു വിളിച്ചിടുന്നു. ഉലകമായ അഴകു സമാനതു നമ്പ മയകുമില്ലേ ഉലകം ചേർന്ന് കൈയടിച്ച് അഴകു സമം മയക്കുമില്ലേ മരണം ഒരു വന്നിടുമേ മറക്കാതെ ദേശകനെ ഓ മരണം ഒരു വന്നിടുമേ ഓ മറക്കാതെ
വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു ഓ കത്തിയ വീടോ നിലമൊരു അവൻ കണ്ടിടുമൂറ്റാറുടയവൻ ഓ കത്തിയ വീടോ നിലമൊരു അവൻ കണ്ടിടുമൂറ്റാറുടയവരും ഓ കൂടുവിട്ടു ജീവൻ പോയാ കൂടെ വരാതെ കൂടുവിട്ടു ജീവൻ കൂടാറബാലവ ശൈലവരവരവല ഓ വേർവെടുവേ വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടും വരുവീനി നല്ല സമയം വൃഥാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടുന്നു ഓ സത്യവചന കേട്ടു നീവാ നിത്യജീവൻ നിനക്ക് കേറുമേ. ഓ സത്യവചന കേട്ടു നീവാ ശൈലവരവരവല ജീവൻ നിനക്ക് ഇടുമേ. ഓ നിന്മേൽ ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിയിടുമേ. ഓ നിന്മേൽ ജീവ പുസ്തകത്തിൽ ഉണ്മയായി എഴുതിയിടുമേ. വരുവീനി നല്ല സമയം വിടാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടും. ഓ വരുവീനി നല്ല സമയം വിടാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടും. ഓ വരുവീനി നല്ല സമയം വിടാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടും. ഓ വരുവീനി നല്ല സമയം വിടാവാക്കാതെ നിന്നെ യേശു വിളിച്ചിടും. വരുവീനി നല്ല സമയം വിടാവാക്കാതെ ദൈവത്തിന് മഹത്വം 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 ജനമേ യഹോവ നിങ്ങളെ അനുഗ്രഹിച്ച് കാക്കുമാറാകട്ടെ.